ഇന്ത്യയുടെ പുരാതന ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിലേറ്റവും നിർണായകമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭരണകാലം എന്നത്. 4, 5, 6 നൂറ്റാണ്ട് കാലത്ത് ആധുനിക ഇന്ത്യയുടെ വടക്കൻ മേഖലകളിൽ നിലനിന്ന ഈ സാമ്രാജ്യകാലത്തെ ഇന്ത്യയുടെ സുവർണ യുഗമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, കലാശാസ്ത്ര മേഖലയിലൊക്കെ ഉണ്ടായ വളർച്ച അതിൻ്റെ അടയാളങ്ങളായും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഗുപ്ത സാമ്രാജ്യത്തിന് മുന്നേയുള്ള പല നൂറ്റാണ്ടുകൾ കൃത്യമായ ചരിത്രം പോലുമില്ലാതെ ഒരു ഇരുണ്ട കാലത്തെ സൂചിപ്പിക്കുമ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിന് അത്രമേൽ പ്രസക്തിയേറും. അപ്രകാരം ഈ ഭാഗത്തിലൂടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിശദമായ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായും പുരാതനമായ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തേടുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പ്രധാനമായും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൃതികൾ, ശിലാശാസനങ്ങൾ, ആ കാലത്തെ നാണയങ്ങൾ, സ്മാരകങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയാണ് ലോകം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ആ കാലത്ത് ഇന്ത്യൻ മേഖലകൾ സന്ദർശിച്ച ഫാഹ്യാനെ പോലെയൊക്കെയുള്ള സഞ്ചാരികളുടെ രേഖപ്പെടുത്തലുകളും അതിൻ്റെ ഭാഗമാണ്. ഗുപ്ത ഭരണകാലത്തെപ്പറ്റി ഏറ്റവും അധികം വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ശിലാലേഖനങ്ങളിൽ നിന്ന് തന്നെയാവും. സമുദ്രഗുപ്തൻ്റെയൊക്കെ ചരിത്രകഥകൾ പറയുന്ന അലഹബാദ് രേഖപ്പെടുത്തലുകൾ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ നിർമ്മിതികളും ക്ഷേത്രങ്ങളുമൊക്കെയും അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി നിലനിൽക്കുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തേടുന്ന സന്ദർഭത്തിൽ ആദ്യമേ പറയേണ്ടത് എങ്ങനെ അതൊരു സാമ്രാജ്യമായി രൂപപ്പെട്ടു, അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്ക വഴികൾ എങ്ങനെയായിരുന്നു എന്നതാണല്ലോ. അതിനായി ആ കാലഘട്ടത്തെ തന്നെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. നിലവിലുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്നും അതിൽ നിന്നും ശക്തരായി ഗുപ്തന്മാർ എങ്ങനെ ഉയർന്നു വന്നു എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. ഗുപ്ത സാമ്രാജ്യത്തിന് മുൻപ് നിർണായകമായ ഇന്ത്യൻ മേഖലകളിൽ ഏകീകൃത സ്വഭാവമൊക്കെ നൽകിയ സാമ്രാജ്യമാണല്ലോ മൗര്യ സാമ്രാജ്യം എന്നത്. എന്നാൽ അശോകന് ശേഷം ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ അത് തകരുകയുണ്ടായി. ചെറിയ രാജ്യങ്ങളും മറ്റുമൊക്കെയായി ആ മേഖലകൾ ചിതറി. അത് ചരിത്രത്തെയും ബാധിക്കുകയുണ്ടായി. പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ സ്വതന്ത്ര ഭരണാധികാരികൾ നിലകൊണ്ടിരുന്നു. ഈ സമയം വലിയ തോതിൽ തന്നെ വിദേശാക്രമണങ്ങളും ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഏതാണ്ട് 185 BC കാലഘട്ടത്തോടെ സുംഗവംശം സൃഷ്ടിക്കപ്പെട്ടു. ഓർക്കുക, മൗര്യ സാമ്രാജ്യത്തിൻ്റെ അശോകൻ BC 237 മരണപ്പെടുന്നത്. സുംഗവംശത്തിന് ശേഷം ചുരുങ്ങിയ കാലം കണ്വ രാജവംശം സൃഷ്ടിക്കപ്പെട്ടു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കലിംഗയും ഈ ഒരു സമയം സ്വതന്ത്ര രാജ്യമായി തീർന്നു. അവിടെ അധികാരത്തിൽ വന്ന ഖരവേലൻ്റെ ചരിത്രമൊക്കെ നിർണായകമാണ്. ചുരുക്കിയാൽ കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിന്ന് മാറി പല രാജ്യങ്ങളായി ഈ മേഖലകളൊക്കെ തന്നെ മാറുകയുണ്ടായി. ഈ ഒരു കാലഘട്ടം വിദേശാക്രമണങ്ങളും സ്ഥിരമായിരുന്നു. ഇന്തോ ഗ്രീക്കുകാർ, ഇന്തോ പാർത്തിയന്മാർ, കുഷാനന്മാർ തുടങ്ങി പലരും ആക്രമിക്കുകയും മേഖലകൾ ഭരിക്കുകയുമുണ്ടായി. ഇതിൽ കുഷാന രാജവംശത്തിലാണ് അതിശക്തനായ കനിഷ്കനൊക്കെ ഭരണം നടത്തുന്നത്. അദ്ദേഹം ഒട്ടനവധി ദേശങ്ങൾ പിടിക്കുകയും കനിഷ്ക സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചതായും പറയുന്നു. ഇത്തരത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ AD 100-200 കാലത്തൊക്കെ ഓരോ മേഖലകളിലായി ഒട്ടനവധി രാജ്യങ്ങളും രാജകുടുംബങ്ങളും സൃഷ്ടിക്കപ്പെട്ടതായി കാണാവുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു മേഖലയിൽ നിന്ന് തന്നെയാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കവും സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഒരു കാലം AD 240 പൊതുവെ കണക്കാക്കുന്നത്. അപ്രകാരം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് ശ്രീഗുപ്തയിൽ നിന്നാണ്. AD 690 ചൈനീസ് സഞ്ചാരിയായ ഈജിങ് രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ നിന്നാണ് 500 വർഷം മുന്നേ ശ്രീഗുപ്തയുടെ ഭരണത്തെപ്പറ്റി പരാമർശമൊക്കെ ആദ്യമായി വരുന്നത്. 500 വർഷങ്ങൾക്കിപ്പുറം എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ തോതൊക്കെ മാറി മറിയാം. ഏതായാലും ചില ശാസനങ്ങളിൽ മഹാരാജ ശ്രീഗുപ്ത എന്നും ആദിരാജ എന്നുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഒരാളാവാം. സഞ്ചാരിയായ ഈജിങ്ങും ശ്രീഗുപ്തയെ അതേ വിശേഷണങ്ങൾ തന്നെയാണ് നൽകുന്നത്. ശ്രീഗുപ്ത ചൈനയിൽ നിന്നെത്തിയ ബുദ്ധിസ്റ്റുകൾക്ക് ക്ഷേത്രം പണിതതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈജിങ്ങിൻ്റെ രേഖപ്പെടുത്തലുകൾ പ്രകാരം ആധുനിക ബീഹാർ മേഖലകളിൽ ഗുപ്ത സാമ്രാജ്യം നിലനിന്നിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും പഠനങ്ങൾ വന്നതോടെ ശ്രീഗുപ്തയുടെ ഭരണകാലം പൊതുവെ കണക്കാക്കപ്പെടുന്നത് AD 240 മുതൽ AD 280 വരെയാണ്. മകനായ ഘടോൽക്കച 280 മുതൽ 319 വരെ ഭരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും
ഈജിങ് പറഞ്ഞതിൽ നിന്ന് 50ഓളം വർഷത്തെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഏതായാലും ഇവരുടെ കാലത്ത് ഒരു ചെറിയ രാജ്യമായെങ്കിലും ഭരണതലം നിലനിന്നു. ഗംഗാ നദി ഒരുക്കി നൽകിയ കൃഷിയിടങ്ങൾ ഈ രാജ്യത്തിന് ഒരു വലിയ അനുഗ്രഹമായി മാറുകയുണ്ടായി. പഴയ കാലം മുതൽ തന്നെയുണ്ടായിരുന്ന പ്രാദേശിക രാജ്യം കേന്ദ്രീകൃത സ്വഭാവം നഷ്ടപ്പെട്ടപ്പോൾ കൂടുതൽ ശക്തരായി മാറിയതാവാം എന്നൊരു നിരീക്ഷണം കൂടി ഇവിടെ ചേർത്ത് വായിക്കാം. ഏതായാലും AD 275 തന്നെ ഗുപ്ത സാമ്രാജ്യം പല മേഖലകൾ ചേർത്തുണ്ടാക്കിയ ഒരു ചെറിയ രാജ്യമായി തീർന്നു എന്നും ചരിത്രം പറയുന്നു. അങ്ങനെ ഗുപ്ത സാമ്രാജ്യത്തിന് തുടക്കമിട്ടു എന്നും പറയാം. ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഗുപ്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ആദ്യത്തെ നിർണായകമായ രാജാവ് എന്നത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. AD 319 ഇദ്ദേഹം അധികാരത്തിലെത്തുന്നത്. രാഷ്ട്രീയപരമായി നോക്കിയാൽ ഇദ്ദേഹം ലിച്ഛവി വംശത്തിലെ രാജകുമാരിയായ കുമാരദേവിയെ വിവാഹം കഴിക്കുന്നുണ്ട്. പൊതുവെ അടുത്തടുത്ത മേഖലകളായിരുന്ന ഇരു വിഭാഗങ്ങളും ഇതിലൂടെ കൂടുതൽ ഒന്നിച്ചെന്നും ഇവരുടെ മകനായി സമുദ്രഗുപ്തൻ ജനിച്ചപ്പോൾ ഇരു മേഖലകൾക്കും ഒരു ഏകീകൃത സ്വഭാവം കൈവന്നുവെന്നും കാണാവുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ ഈ ഒരു വിവാഹം ചന്ദ്രഗുപ്തനെ ഈ മേഖലയിലെ പ്രബലനാക്കി തീർക്കുകയും അതിലൂടെ അദ്ദേഹത്തിന് തൻ്റെ വികസന നയങ്ങൾ നടപ്പിലാക്കാനും സാധിച്ചതായി അനുമാനിക്കാവുന്നതാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ രേഖപ്പെടുത്തലുകളിലൊക്കെ തന്നെ ചന്ദ്രഗുപ്തനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മഹാരാജാതിരാജ എന്ന നിലയിലാണ്, അതായത് ചക്രവർത്തി എന്ന നിലയിൽ. മുൻ തലമുറയിലെ രണ്ടുപേരെയും മഹാരാജ എന്ന നിലയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ചന്ദ്രഗുപ്തൻ ഒട്ടേറെ ദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അതിലൂടെ രാജാക്കന്മാരുടെ രാജാവായി അദ്ദേഹം മാറി എന്നുമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴടക്കലുകളും അതിരുകളും എത്രത്തോളമെന്ന് വിശദമായ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് മാത്രം. സമുദ്രഗുപ്തന്റെ ജനനത്തോടെ ലിച്ഛവി ഭരണ മേഖലകൾ കൂടെ ചന്ദ്രഗുപ്തന്റെ കൈകളിലേക്ക് വന്ന് ശക്തി ആർജിച്ചതിന് ശേഷം ചന്ദ്രഗുപ്തൻ ഒട്ടേറെ ദേശങ്ങൾ വെട്ടിപ്പിടിക്കുകയുണ്ടായി. ചന്ദ്രഗുപ്തന്റെ സാമ്രാജ്യം ബീഹാർ, ബംഗാളിന്റെ ചില മേഖലകൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചിരുന്നു എന്നും കാണാം. ചന്ദ്രഗുപ്തന്റെ വികസന സാധ്യതകൾക്ക് ലിച്ഛവി വംശം സഹായം നൽകി എന്നതിന് ഏറ്റവും വലിയ തെളിവായി നിലകൊള്ളുന്നത് നാണയങ്ങളാണ്. പിൽക്കാലത്ത് സമുദ്രഗുപ്തൻ തന്നെ താനൊരു ഗുപ്ത വിഭാഗം എന്നതിലുപരി ലിച്ഛവി എന്ന് കാണിക്കുന്ന നാണയങ്ങൾ ഇറക്കുകയുണ്ടായി. അതുപോലെ ചന്ദ്രഗുപ്തൻ കുമാരദേവിയുമായുള്ള ചിത്രം ആലേഖനം ചെയ്തുള്ള നാണയങ്ങളും പുറത്തിറക്കിയിരുന്നു. ഇതൊക്കെ ലിച്ഛവി ഭരണമേഖലകളും ഗുപ്ത മേഖലയും ഒരുമിച്ച് ചേർന്നിരുന്നു എന്നതിൻ്റെ തെളിവുകളായി നിലകൊള്ളുന്നു. ചന്ദ്രഗുപ്തന്റെ വിവാഹം കഴിഞ്ഞത് AD 308 പറയുന്നു. അതുപോലെ ചന്ദ്രഗുപ്തൻ അധികാരത്തിലേറുന്നതും AD 319 അവസാനം അല്ലെങ്കിൽ AD 320 തുടക്കം എന്നും കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് 15 വർഷക്കാലം ചക്രവർത്തിയായി നിലകൊണ്ടു. ഇതിൽ തന്നെ സമുദ്രഗുപ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏറ്റവും ശക്തൻ. സമുദ്രഗുപ്തനായിരുന്നു മൂത്തവനെന്നും അല്ലെന്നും ചില വാദങ്ങൾ കൂടി കാണാവുന്നതാണ്. ഏതായാലും ചന്ദ്രഗുപ്തന്റെ അവസാന കാലത്ത് പ്രത്യേക കോർട്ടൊക്കെ വിളിച്ച് ചേർത്ത് തൻ്റെ പിൻഗാമി സമുദ്രഗുപ്തൻ എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുകയുണ്ടായി. അതിലൂടെ ആഭ്യന്തര കലഹം പരമാവധി ഒഴിവാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. എങ്കിലും ചന്ദ്രഗുപ്തന്റെ മരണത്തെപ്പറ്റി വലിയ വിവരങ്ങളൊന്നും ലഭ്യവുമല്ല. ബീഹാർ മേഖലയിൽ പ്രാദേശിക തലത്തിൽ ഭരണം നടത്തിയിരുന്ന ഗുപ്ത വിഭാഗം ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലത്ത് പല മേഖലകൾ ചേർത്ത് ഒരു വലിയ രാജ്യമായി തീരുകയുണ്ടായി. ഇന്നത്തെ പാട്ന മേഖല അവരുടെ തലസ്ഥാനമായി. AD 320 രാജാക്കന്മാരുടെ രാജാവ് എന്ന നിലയിൽ മഹാരാജാതിരാജ എന്ന പട്ടവും അദ്ദേഹം സ്വീകരിച്ചു. ചന്ദ്രഗുപ്ത ഒന്നാമന് മുൻപ് ശ്രീഗുപ്തനും ഘടോത്കചനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ അടിത്തറ പാകിയത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. അപ്രകാരം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം തുടക്കമിട്ട വഴിയിലാണ് മകനായ സമുദ്രഗുപ്തനും കൊച്ചുമകനായ ചന്ദ്രഗുപ്ത രണ്ടാമനും കൂടുതൽ ദേശങ്ങളൊക്കെ പിടിച്ച് വലിയൊരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുന്നതും എല്ലാ തലത്തിലും സുവർണയുഗത്തിന് തുടക്കമിടുന്നതും. ഇന്ത്യയുടെ ചരിത്രം ഗുപ്ത സാമ്രാജ്യത്തിന് മുന്നേയും ശേഷവും എന്ന നിലയിൽ നിരീക്ഷണ പഠനങ്ങൾ നമുക്ക് കാണാനാവും. ഇന്ത്യയുടെ സുവർണയുഗമായും ഗുപ്ത സാമ്രാജ്യത്തെ കാണാറുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിന് മുന്നേയുള്ള ചില നൂറ്റാണ്ടുകൾ ഇരുണ്ട കാലഘട്ടമായി കൂടി നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സുവർണയുഗം സൃഷ്ടിക്കാൻ ഒരാൾ നായകനായി ആദ്യം നിലകൊണ്ടിരിക്കും. അയാൾ ഒരുപോലെ ജനതയുടെയും സൈന്യത്തിൻ്റെയും രാജാവായി മാറിയിരിക്കും. മറ്റൊരർത്ഥത്തിൽ ആ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നായകനായി മാറി അതിൻ്റെ സുവർണയുഗം സൃഷ്ടിച്ചത് സമുദ്രഗുപ്തൻ എന്ന രാജാവായിരുന്നു.
ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന വിശേഷണം നൽകിയിരിക്കുന്ന ഒരു രാജാവ്. പക്ഷേ നെപ്പോളിയന് എത്രയോ കാലം മുന്നേ ജീവിച്ചതും യുദ്ധവഴികളിൽ എവിടെയും തോൽക്കാത്തതുമായ ചരിത്രം പറയുന്ന സമുദ്രഗുപ്തൻ എന്ന വീരന്, നായകന് ആ വിശേഷണം മതിയോ എന്നതും ചോദ്യചിഹ്നമായി മാറും. തൻ്റെ വലിയ സിംഹാസനത്തിൽ ഇരിക്കാതെ ശക്തിയുടെയും സാഹസത്തിൻ്റെയും എല്ലാ അതിരുകളെയും ലംഘിച്ചുകൊണ്ട് ആ കാലത്ത് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് അയാൾ പടം നയിച്ചെത്തുകയുണ്ടായി. ഓരോ ദേശവും അതിവേഗം അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. അവരെയൊന്നും വധിക്കാതെ ചുമതലകൾ തിരിച്ചു നൽകി സമുദ്രഗുപ്തൻ എന്ന രാജാവ് മഹാനുമായി മാറി. ഗുപ്ത സാമ്രാജ്യം എന്നത് ശക്തിയുടെ അടയാളമായി മാറിയപ്പോൾ അതിൻ്റെ യഥാർത്ഥ ശക്തിയും പ്രൗഢിയുമായി സമുദ്രഗുപ്തൻ നിലകൊണ്ടു. ദക്ഷിണേന്ത്യ വരെയും എത്തിയ ഒട്ടനവധി യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് പരാജയം എന്തെന്നറിയാത്ത യുദ്ധങ്ങൾ, അതായിരുന്നു സമുദ്രഗുപ്തൻ്റെ ജീവിതം. അത്തരത്തിൽ സുവർണയുഗം എന്നത് സമുദ്രഗുപ്തൻ്റെ ജീവിതം കൂടിയാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എന്നാൽ സമുദ്രഗുപ്തൻ്റേതു കൂടിയാണ്. അത് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. സമുദ്രഗുപ്തനെ പറ്റി കൂടുതലായും വിവരങ്ങൾ ലഭിക്കുന്നത് അലഹബാദിലെയും മധ്യപ്രദേശിലെയും രേഖപ്പെടുത്തലുകളിൽ നിന്നും അതുപോലെ തന്നെ നാണയങ്ങളിൽ നിന്നും ആ കാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിലേക്ക് എത്തിയ സഞ്ചാരികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ദേശങ്ങളിലെ രാജാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നുമൊക്കെയാണ്. സമുദ്രഗുപ്തൻ എന്ന പേര് ഒരുപക്ഷെ അദ്ദേഹം കീഴടക്കിയ ദേശങ്ങൾ കൊണ്ട് വന്നു ചേർന്നതാവാം. മധുരയിലെ ഒരു രേഖപ്പെടുത്തലിൽ സമുദ്രഗുപ്തൻ്റെ കീഴടക്കലുകളുടെ ഖ്യാതി 4 സമുദ്രങ്ങൾക്കപ്പുറം വരെ അറിയപ്പെടുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ സർവ്വരാജാക്കന്മാരുടെയും രാജാവ് എന്ന വിശേഷണവും ഗുപ്ത രാജാക്കന്മാർക്കിടയിൽ അദ്ദേഹത്തിന് മാത്രമായുണ്ട്. ഇത്രയും പറഞ്ഞത് സമുദ്രഗുപ്തൻ എന്ന പേര് പൊതുവിൽ നിലനിൽക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു പേരും ഉണ്ടായിരിക്കാം എന്നതിനാണ്. കച്ച എന്നതാവണം ആ പേര്. ചില നാണയങ്ങളിൽ ആ പേരും കൂടെ നമുക്ക് കാണാനാവും. കച്ച 1, 2 എന്ന നിലയിൽ സഹോദരന്മാരെ പറ്റി പറയുന്നൊക്കെയുണ്ട്. സമുദ്ര എന്നത് ഒരുപക്ഷെ പേര് ആദ്യം മുതലേ തന്നെ ഉണ്ട് എന്ന് നിരീക്ഷിക്കുന്നവരും ചരിത്ര ലോകത്ത് ഏതായാലുമുണ്ട്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ സമുദ്രഗുപ്തൻ എങ്ങനെ രാജാവായി എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്. ചന്ദ്രഗുപ്തൻ്റെ മൂത്ത മകനായിരുന്നില്ല സമുദ്രഗുപ്തൻ. എങ്കിലും ഏറ്റവും കഴിവുറ്റ മകൻ സമുദ്രഗുപ്തൻ ആയിരുന്നുവെന്ന് ചന്ദ്രഗുപ്തൻ മനസ്സിലാക്കിയിരുന്നു. അധികാര കൈമാറ്റ സമയത്ത് ഒരു ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാനായി ചന്ദ്രഗുപ്തൻ തൻ്റെ സഭയിൽ വെച്ച് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്ത ചക്രവർത്തിയായി സമുദ്രഗുപ്തൻ്റെ പേര് നിർദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും ചന്ദ്രഗുപ്തന് ശേഷം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും അധികാര തർക്കത്തിൽ സമുദ്രഗുപ്തൻ ഒടുവിൽ വിജയിച്ചതായും കാണാവുന്നതാണ്. ചരിത്രം പൊതുവെ സമുദ്രഗുപ്തനെ വിലയിരുത്തിയിരിക്കുന്നത് എല്ലാത്തരം കഴിവുകളും നിറഞ്ഞ ഒരു മിലിറ്ററി ജീനിയസ് ആയിട്ടൊക്കെയാണ്. വളരെ മികച്ച ഒരു ചക്രവർത്തിയായും ഏറ്റവും ശക്തനായ കമാൻഡറായും അദ്ദേഹം നിലകൊള്ളുന്നു. യുദ്ധവഴികളിൽ എവിടെയും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുമില്ല. ഭരണത്തിലെത്തിയ സമുദ്രഗുപ്തൻ തൻ്റെ അതിരുകൾ വികസിപ്പിച്ച് ഒരു വലിയ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്ന ദൗത്യത്തിലേക്ക് കടക്കുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ഇന്ത്യൻ മേഖലയിലെ ഏറ്റവും ശക്തനായി മാറാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ശക്തമായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ മേഖലകളെല്ലാം തന്നെ അദ്ദേഹം കീഴടക്കുകയും ചെയ്തു. ദക്ഷിണ മേഖലകളിലേക്കും കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ പട എത്തുകയുണ്ടായി. അവിടെ വന്നു ചേർന്ന സകല എതിർപ്പുകളെയും അദ്ദേഹം തോൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രീകൃത സ്വഭാവത്തിൽ അത്രയും വലിയൊരു സാമ്രാജ്യത്തിൽ ഡയറക്റ്റ് റൂൾ കൊണ്ടുവരുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയിരുന്ന സമുദ്രഗുപ്തൻ പിടിച്ചെടുത്ത ദേശങ്ങൾ ആ ഭരണാധികാരികൾക്ക് തന്നെ വിട്ടു നൽകുകയും അവരൊക്കെയും സമുദ്രഗുപ്തൻ്റെ സാമന്തന്മാരായി ഭരണം നടത്തുകയുമുണ്ടായി. ഇതിലൂടെ ഈ മേഖലകളിലൊക്കെ സമുദ്രഗുപ്തൻ എന്നത് മഹാനായ ചക്രവർത്തിയുമായി മാറി. അത് തൻ്റെ സ്വാധീന ശക്തി വർദ്ധിക്കുന്നതിനും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഖ്യാതി കൂടുതൽ പ്രസിദ്ധമാവുന്നതിനുമൊക്കെ കാരണമായി. കടൽ കടന്നുള്ള വിദേശ മേഖലകളിൽ വരെ സമുദ്രഗുപ്തന് ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും കാണാവുന്നതാണ്. മിക്ക ചരിത്രകാരന്മാരും ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തി മേഖലകളിലെ ഏകീകരണം കൊണ്ടുവരുന്നതിനായി സമുദ്രഗുപ്തൻ നടപടികൾ എടുത്തിരുന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇന്ത്യയെ നോക്കിക്കാണുന്ന ആധുനിക അതിർത്തി മേഖലകളല്ല അതെന്നും ഓർക്കുക. എന്തൊക്കെയാണെങ്കിലും ഗുപ്ത സാമ്രാജ്യവും ഇന്ത്യൻ ചരിത്രവും കണ്ട മഹാനായ ചക്രവർത്തിമാരിൽ ഒരാളായി അദ്ദേഹം നിലനിൽക്കുന്നു. ഗംഗ യമുന നദീമേഖലകൾ ഒരുക്കിയ കൃഷിക്കനുയോജ്യമായ മേഖലകളാണ് സമുദ്രഗുപ്തൻ ആദ്യമായി പിടിച്ചെടുക്കുന്നത്. അധികാര തർക്ക സമയത്ത് സഹോദരനൊപ്പം നിന്ന മേഖലകൾ കൂടിയായിരുന്നു ഇവയൊക്കെ. അധികാരത്തിലെത്തിയതിനു ശേഷം സമുദ്രഗുപ്തൻ ഈ മേഖലയിലെ 9 രാജാക്കന്മാരെ തോൽപ്പിച്ചുവെന്നും ഉത്തരേന്ത്യയിലെ ഈ മേഖലകൾ തന്നോടൊപ്പം ചേർക്കുകയുമാണ് ഉണ്ടായത്. പടിഞ്ഞാറ് മേഖലയിൽ മധ്യപ്രദേശിലെ ചമ്പൽ വരെയും
അദ്ദേഹത്തിൻ്റെ കീഴിലായി മാറി. ഉത്തർപ്രദേശ്, ബംഗാൾ മേഖലകളും അദ്ദേഹം നേരിട്ട് ഭരണം നടത്തി. എന്നാൽ സമുദ്രഗുപ്തൻ്റെ ജീവിതം പറയുന്ന സന്ദർഭത്തിൽ ഇതൊന്നുമല്ല ഏറ്റവും മഹത്തരമായി പറയുന്ന കാര്യം. അന്ന് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് നടത്തിയ പടയോട്ടമാണ്. കടന്നുപോയ എല്ലാ മേഖലകളും തനിക്ക് കീഴിലാക്കിയ കാലങ്ങൾ നീണ്ട ഒരു പടയോട്ടം. അദ്ദേഹം ദക്ഷിണേന്ത്യയിലായിരുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ കലാപം സൃഷ്ടിക്കപ്പെട്ടെന്നും അദ്ദേഹം തിരിച്ചതിന് ശേഷമാണ് ഈ മേഖലകളൊക്കെ വീണ്ടും തിരിച്ചുപിടിച്ച് ഭരണം തുടർന്നത് എന്നും നിരീക്ഷണങ്ങളുണ്ട്. ഉത്തരേന്ത്യൻ മേഖലകളിൽ പടയോട്ടമൊക്കെ നടത്തിയ വലിയ ദേശങ്ങൾ തനിക്കൊപ്പം ചേർത്തതിന് ശേഷം രണ്ടാം ഘട്ടമായാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് പടനീക്കം ആരംഭിക്കുന്നത്. അദ്ദേഹം കടന്നെത്തിയ എല്ലാ മേഖലകളിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആ പടയോട്ടം പ്രധാനമായും 3 രീതിയിലാണ്. എതിരാളിയെ തോൽപ്പിക്കുക, എതിരാളിക്ക് മോക്ഷം അഥവാ എതിരാളിയെ ലിബറേറ്റ് ചെയ്യുക, തുടർന്ന് രാജ്യം തിരികെ നൽകി സമുദ്രഗുപ്തൻ അനുഗ്രഹിക്കുക. ചക്രവർത്തിയുടെ ഇത്തരമൊരു നയം അദ്ദേഹത്തെ എതിർപ്പുകളില്ലാതെ ദൂരെ മേഖലകളുടെ പോലും നായകനായി നിലകൊള്ളാൻ സഹായകമായി എന്നും കാണാവുന്നതാണ്. രേഖപ്പെടുത്തലുകളിൽ ആ കാലത്തെ രാജ്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ആ കാലമായതുകൊണ്ട് തന്നെ പേരുകളിലും അതിർത്തികളിലും ഭരണമേഖലകളിലും തലസ്ഥാനങ്ങളിലുമൊക്കെ വലിയ വ്യത്യാസങ്ങൾ കാണാവുന്നതുമാണ്. നഷ്ടപ്പെട്ട ചരിത്രങ്ങളായി കൂടി പലതിനെയും കണക്കാക്കാം. തൻ്റെ ദേശം കടന്ന് ജബൽപൂർ മേഖലകളിലൂടെയാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് പട നയിച്ചത് എന്നാണ് പൊതുവേ പറയുന്നത്. ഒപ്പം അദ്ദേഹം ബംഗാൾ ഉൾക്കടൽ മേഖലയോട് ചേർന്ന് മുന്നേറിയെന്നും നാവികസേനയും ഒരു ശക്തിയായി നിലകൊണ്ടെന്നുമൊക്കെ പറയുന്നവരുണ്ട്. പല ദൂരരാജ്യങ്ങളുമായും വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗുപ്ത സാമ്രാജ്യത്തിന് ശക്തമായൊരു നാവികസേനയും ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും മാർച്ച് ആരംഭിച്ച അദ്ദേഹം ആദ്യം കീഴടക്കുന്നത് കോസല രാജ്യത്തെയാണ്. അതിൻ്റെ തലസ്ഥാനം ശ്രീപുര. അങ്ങനെയെങ്കിൽ ആധുനിക സിർപൂർ മേഖലയാണത്. ആ കാലത്ത് കോസല രാജ്യത്തിൻ്റെ രാജാവ് മഹേന്ദ്രയായിരുന്നെന്നും ബിലാസ്പൂർ, റായ്പൂർ പോലുള്ള മേഖലകൾ ഇതിൽ വന്നു എന്നും പറയാം. തുടർന്ന് അദ്ദേഹം എത്തുന്നത് മഹാകാന്തര മേഖലയിലേക്കാണ്. വിന്ധ്യ മലനിരകൾ ആയുധമാക്കിയ വനം അധികമായുള്ള ഈ മേഖലയിലെ രാജാക്കന്മാർ പോരാട്ടങ്ങൾക്ക് പേരുകേട്ടവരായിരുന്നു. സംബൽപൂർ മേഖലയാവാം ആ കാലത്തെ തലസ്ഥാനം. വനമേഖലയിലെ രാജ്യമൊക്കെ കീഴടക്കിയതിന് ശേഷം സമുദ്രഗുപ്തൻ ഗോദാവരി മേഖലയിലേക്ക് എത്തുകയും മഹേന്ദ്രഗിരിയുടെ പിഷ്തപുര രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ആന്ധ്രാപ്രദേശ് മേഖലയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗമായി മാറുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്കും പട നയിച്ചു. കാഞ്ചി മേഖലയടക്കം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരികയുണ്ടായി. പല്ലവ മേഖലകളായിരുന്നു ഈ സമയം തമിഴ്നാട് എന്ന് പറയാം. കാഞ്ചീപുരത്ത് വിഷ്ണുഗോപ ആയിരുന്നു രാജാവ്. വെങ്കി മേഖലകളിലേക്കും സമുദ്രഗുപ്തൻ കടന്നെത്തുകയുണ്ടായി, അതായത് കാവേരി വരെയും. ചുരുക്കിയാൽ കാവേരി വരെയും സമുദ്രഗുപ്തൻ പട നയിച്ചെത്തുകയുണ്ടായി. മേഖലകൾ കീഴടക്കിയെങ്കിലും എവിടെയും അദ്ദേഹം അധികാരം വാങ്ങുന്നില്ല. പകരം ഭരണം അവരവർക്ക് തന്നെയാണ് തിരിച്ചു നൽകിയത്. ചിലപ്പോൾ യുദ്ധങ്ങളില്ലാതെ തന്നെ സമുദ്രഗുപ്തനെ അംഗീകരിച്ചിരുന്നവരും ഉണ്ടാവാം. ദക്ഷിണേന്ത്യൻ പടയോട്ടവുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തലുകളിൽ അവസാനം പറഞ്ഞിരിക്കുന്ന രാജ്യം കുസ്തലപുര എന്നതാണ്. ആധുനിക കാലത്തെ അർക്കോട്ട് മേഖലകളാണ് ഇതെന്ന് പറയാം. തിരിച്ചുള്ള വഴിയിലും ചില മേഖലകൾ കീഴടക്കിയതായി കാണാം. തിരിച്ചുള്ള വഴിയിൽ പൊള്ളാച്ചി, കോയമ്പത്തൂർ, പാലക്കാട് അതിർത്തി മേഖലകളൊക്കെ അദ്ദേഹം എത്തിയതായി അനുമാനിക്കുന്നവരുണ്ട്. ദക്ഷിണേന്ത്യയിലെ പടയോട്ടത്തിന് ശേഷം ഗുപ്ത മേഖലയിലേക്ക് എത്തിയ സമുദ്രഗുപ്തന് നേരിടേണ്ടി വന്നത് കലാപക്കൊടി ഉയർത്തിയ അതിർത്തി രാജ്യങ്ങളാണ്. ഇത്തവണ കൂടുതൽ ക്രൂരമായി പ്രതികരിച്ച സമുദ്രഗുപ്തൻ എതിരാളികളെ ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തു. ഇത് മറ്റ് മേഖലകളിലുള്ളവരും സമുദ്രഗുപ്തൻ്റെ സമ്പൂർണ്ണ ആധിപത്യം അംഗീകരിക്കുന്നതിന് കാരണമായി മാറി. ആസാം മേഖലകളും നേപ്പാളും ഒക്കെ സമുദ്രഗുപ്തൻ്റെ ഭരണത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയുണ്ടായി. നോർത്ത് വെസ്റ്റ് മേഖലയിലും സമുദ്രഗുപ്തന് പടയോട്ടം കൂടുതലായി നടത്താമായിരുന്നു. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുകയാണ് സമുദ്രഗുപ്തൻ ചെയ്തത്. മറ്റൊരർത്ഥത്തിൽ നോർത്ത് വെസ്റ്റ് മേഖലയിൽ തൻ്റെ അതിരുകൾക്കപ്പുറം ഒരു ബഫർ സോൺ സൃഷ്ടിച്ചു എന്നത് തന്നെ. എന്നാൽ ഈ ഭരണാധികാരികളൊക്കെ സമുദ്രഗുപ്തനോട് കൂറ് പ്രഖ്യാപിക്കുകയും ആവശ്യം വന്നാൽ ചക്രവർത്തിയുടെ കാര്യങ്ങൾ നിറവേറ്റുകയും വേണം. ഇത്തരത്തിൽ കേന്ദ്രീകൃതമായ ശക്തിയും ശക്തി നിറഞ്ഞ അതിരുകളുമായി സമുദ്രഗുപ്തൻ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. അപ്രകാരം ഏറെക്കുറെ ഉത്തരേന്ത്യ ഗുപ്ത സാമ്രാജ്യം നേരിട്ട് ഭരിക്കുകയുണ്ടായി. കാശ്മീർ, പടിഞ്ഞാറൻ പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള മേഖലകളാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ വരാതിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ സമുദ്രഗുപ്തന് നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. മഹത്തരമായ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൽ നിന്നുമാണ്. എല്ലാം ആക്രമിച്ച് കീഴടക്കുന്ന പോരാളി എന്നതിലുപരി കാര്യങ്ങൾ നോക്കിക്കണ്ട് ഏകീകൃത സ്വഭാവം സൃഷ്ടിക്കാനാണ്
സമുദ്രഗുപ്തൻ എല്ലാ സമയവും ശ്രമിച്ചത്. വലിയ ജേതാവ് എന്നതിലുപരി സാമ്രാജ്യ രൂപീകരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എങ്കിലും ഏത് യുദ്ധത്തിലും മുന്നിൽ നിന്ന അതിശക്തനായ പോരാളി കൂടിയായിരുന്നു അദ്ദേഹം. 100 യുദ്ധങ്ങളുടെ നായകൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മികച്ച ജനറലും മികച്ച ഭരണാധികാരിയുമായി അടയാളപ്പെടുത്താം. മകനായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് ഗുപ്ത സാമ്രാജ്യം അതിൻ്റെ ഉയരങ്ങളിലെത്തുന്നത്. എന്നാൽ അതിനൊക്കെയുള്ള അടിത്തറ പാകുന്നത് സമുദ്രഗുപ്തനായിരുന്നു. പൂർണ്ണമായും സൈനിക വേഷം ധരിച്ച രീതിയിൽ സമുദ്രഗുപ്തൻ്റെ ഒട്ടനവധി കോയിനുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുതന്നെ പല രീതിയിലും കാണാനുമാവും. ഇത്തരത്തിലുള്ള ചിത്രങ്ങളിൽ നിന്ന് നല്ല ഉയരമുള്ള ശക്തനായ ഒരാളായിരുന്നു സമുദ്രഗുപ്തൻ എന്നും പറയാറുണ്ട്. ശ്രീലങ്കയുമായും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലകളുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നാവിക ശേഷിയെയും എടുത്തുകാട്ടുന്ന ഒന്നാണ്. സമുദ്രഗുപ്തനെ പറ്റി കൂടുതലായും രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സേനാധിപതിയൊക്കെ ആയിരുന്ന ഹരിസേനൻ്റെ വാക്കുകളാണ്. അതിൻ പ്രകാരം സൈനിക ഭരണ മേഖലകളിൽ സമുദ്രഗുപ്തൻ എങ്ങനെ മികച്ചു നിന്നു, അതുപോലെ തന്നെ സാഹിത്യം, മതം, കലാമേഖലകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു എന്നും വിശേഷണങ്ങൾ കാണാം. സമുദ്രഗുപ്തൻ വീണ വായിക്കുന്ന നാണയങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. തൻ്റെ ഭരണകാലത്ത് മിക്ക മേഖലകൾക്കും അദ്ദേഹം പ്രോത്സാഹനവും നൽകി. നാണയങ്ങൾ പ്രകാരം അദ്ദേഹത്തിന് കവിരാജ് എന്ന പേരും ചാർത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് എതിരാളികൾ ആക്രമിക്കുകയോ കലാപങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുപോലെ സാമ്രാജ്യം പൊതുവെ സമാധാനത്തിലും നിലനിന്നു. സുവർണയുഗത്തിൻ്റെ തുടക്കം എന്ന പോലെ തന്നെ ഒട്ടുമിക്ക മേഖലകളിലും വലിയ തോതിലുള്ള വികാസമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബ്രാഹ്മണ മതത്തിന് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നെങ്കിലും ആ കാലത്തും അദ്ദേഹം ബുദ്ധക്ഷേത്രങ്ങളൊക്കെ സൃഷ്ടിച്ചതായും കാണാം. ദയാലുവും സ്നേഹവുമുള്ള ഭരണാധികാരിയായും ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സമുദ്രഗുപ്തൻ വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ച് മികച്ച രീതിയിൽ ഭരണം നടത്തി എല്ലാ മേഖലകൾക്കും വളർച്ച സൃഷ്ടിച്ച ഭരണാധികാരിയായി ചരിത്രത്തിൽ മാറി. കഴിവുകളേറെയുള്ള ഒരു ഭരണാധികാരിയായും സമുദ്രഗുപ്തനെ നിസ്സംശയം വിലയിരുത്താവുന്നതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തോടെ പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ സുവർണയുഗം ആരംഭിച്ചു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കാലത്തെ നായകസ്ഥാനം അലങ്കരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നല്ലോ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നത്. ഗുപ്ത സാമ്രാജ്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തനും ദൂരദർശിയുമായ ചക്രവർത്തിയായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നതിൽ തർക്കമേതുമില്ല. അച്ഛനായ സമുദ്രഗുപ്തൻ സൃഷ്ടിച്ചു നൽകിയ വലിയൊരു ഗുപ്ത സാമ്രാജ്യത്തെ തൻ്റെ രാഷ്ട്രീയ പ്രാപ്തിയായാലും സൈനിക വിജയങ്ങൾ കൊണ്ടും സാംസ്കാരിക മേഖലകളിൽ നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനം കൊണ്ടുമൊക്കെ ഗുപ്ത സാമ്രാജ്യത്തെ അതിൻ്റെ ഉന്നതിയിൽ എത്തിച്ചു എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം പോലും സുവർണയുഗം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടല്ലോ. പിതാവായ സമുദ്രഗുപ്തനും റാണിയായിരുന്ന ദത്താദേവിയുടെയും മകനായിട്ടാണ് ചന്ദ്രഗുപ്തൻ ജനിക്കുന്നത്. ചന്ദ്രഗുപ്തൻ രണ്ടാമന് വേറെയും ഒട്ടനവധി പേരുകൾ കണ്ടെത്താവുന്നതാണ്. അതിൽ പ്രധാനമായി പറയുന്ന ചിലത് ദേവഗുപ്ത, ദേവരാജ, ദേവശ്രീ എന്നൊക്കെയാണ്. പല ശാസനങ്ങളിലും ദേവഗുപ്ത എന്ന പേര് അധികമായി ഉപയോഗിച്ചിരിക്കുന്നതും കാണാം. പല ചരിത്രകാരന്മാരും ഐതിഹ്യ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിക്രമാദിത്യൻ എന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് എന്ന് നിരീക്ഷിക്കാറുണ്ട്. അല്ലെന്ന് പറയുന്ന ചരിത്രകാരന്മാരുമുണ്ട്. വിക്രമാദിത്യൻ എന്ന പദവി പഴയകാലത്ത് ഇന്ത്യയിലെ പല രാജാക്കന്മാരും പേരിനൊപ്പം ചേർത്തതായൊക്കെ കാണാം. അതിൽ ഏറ്റവും പ്രശസ്തമായ പേര് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആണെന്നതിലും തർക്കമില്ല. പ്രത്യേകിച്ച് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ പല കഥകൾക്കും വിക്രമാദിത്യ കഥകളുമായി സാദൃശ്യവും കാണാം. ഏതായാലും ഈ ഒരു കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു തീർപ്പ് എത്തിയിട്ടില്ല എന്ന് മാത്രം ഓർക്കുക. പിതാവായ സമുദ്രഗുപ്തനെ പോലെ തന്നെ ചന്ദ്രഗുപ്തനും വലിയ ആശയങ്ങളുള്ള, കൃത്യമായ ലക്ഷ്യങ്ങളുള്ള, കഴിവുറ്റ ഭരണാധികാരിയും സൈന്യാധിപനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ തന്നെ പിതാവ് സൃഷ്ടിച്ചിട്ടുള്ള അത്യാവശ്യം വലിയൊരു സാമ്രാജ്യത്തിൻ്റെ നായകനായിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്രകാരം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ മുന്നിലുള്ള ആദ്യ ചുമതല നിലവിലുള്ള തൻ്റെ മേഖലകൾ സുരക്ഷിതമാക്കുക എന്നതും ഭരണം, ജനജീവിതം എന്നിവയൊക്കെ സമാധാനപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതുമാണല്ലോ. അദ്ദേഹം അത് കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഗുപ്ത സാമ്രാജ്യത്തെ സൈനിക നീക്കങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു. ചന്ദ്രഗുപ്തൻ രണ്ടാമന് നേരിടാനുണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തി എന്നത് ശാക രാജ്യം തന്നെയായിരുന്നു. ഗുജറാത്ത്, കത്തിയവാദ് മേഖലകൾ ഗുപ്ത സാമ്രാജ്യത്തിന് എപ്പോഴും എതിരാളികളായി നിലകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ആഭ്യന്തര സംഘർഷങ്ങളിൽ ശാക രാജ്യം കലുഷിതമായിരുന്നു.
ഈ ഒരു സാഹചര്യത്തെ മുതലാക്കിയ ചന്ദ്രഗുപ്തൻ ശാക മേഖലയെ തകർക്കുന്നതിൽ ഒടുവിൽ വിജയിച്ചു. അവരുടെ രാജാവായിരുന്ന രുദ്രസിംഹൻ മൂന്നാമനെ വധിക്കുകയും ആ രാജ്യം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. ഈ നിർണായകമായ സംഭവം നടക്കുന്നത് 409 AD കാലത്താണ്. അതോടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നേരിട്ടുള്ള അതിരുകൾ അറബിക്കടൽ വരെയും എത്തിച്ചേരുകയുണ്ടായി. അതിലൂടെ പടിഞ്ഞാറൻ ലോകവുമായി നേരിട്ടുള്ള കച്ചവട ബന്ധങ്ങൾക്കും സാംസ്കാരിക ഇടപെടലിനുമൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം മുകളിൽ പറഞ്ഞ ശാക രാജ്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. എങ്കിലും അതിനെപ്പറ്റി വിശദമായ ചരിത്രങ്ങൾ ലഭ്യവുമല്ല. ഇതുപോലെ മറ്റനേകം യുദ്ധങ്ങളിലും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഭാഗമായിട്ടുണ്ട് എന്നും കാണാം. ഇവിടെ പഴയകാല എഴുത്തുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദേവി ചന്ദ്രഗുപ്തം പോലുള്ള സംസ്കൃത നാടകങ്ങൾ മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട്. അതിൽ സമുദ്രഗുപ്തനെ പിന്തുടർന്ന് അധികാരത്തിലെത്തുന്നത് മറ്റൊരു മകനായിട്ടുള്ള രാമഗുപ്തനാണ്. ഗുപ്തവംശത്തിൻ്റെ ശത്രുക്കളായിരുന്ന ശകന്മാരുമായി രാമഗുപ്തൻ ലജ്ജാകരമായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിച്ചേർന്നുവെന്നും അതനുസരിച്ച് തൻ്റെ ഭാര്യയായ ധ്രുവദേവിയെ ശാക രാജാവിന് നൽകുകയുമുണ്ടായി എന്ന് പറയുന്നുണ്ട്. സഹോദരൻ്റെ ഇത്തരമൊരു ഹീനമായ നടപടിയിൽ പ്രതിഷേധിച്ച ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ശത്രുപാളയത്തിലെത്തി എതിരാളികളെ ഇല്ലാതാക്കുകയും ഒടുവിൽ സഹോദരനെയും വധിച്ച് ധ്രുവദേവിയെയും സാമ്രാജ്യത്തെയും സ്വന്തമാക്കിയെന്നാണ് ആ കഥ. പഴയകാലത്തെ പല എഴുത്തുകളിലും ഇത്തരമൊരു സന്ദർഭത്തെ വർണ്ണിക്കുന്നതൊക്കെ കാണാം. എങ്കിലും ചരിത്രപരമായ തെളിവുകൾ നിരത്തി ഇത്തരമൊരു കഥയെ കണ്ടെത്താനായിട്ടില്ല. പ്രത്യേകിച്ച് ഗുപ്തന്മാരുടെ നാണയങ്ങളിലൊന്നും തന്നെ രാമഗുപ്തനെ പറ്റി നിരീക്ഷണങ്ങളില്ല. അതുപോലെ തന്നെ സമുദ്രഗുപ്തൻ സൃഷ്ടിച്ച ശക്തമായൊരു സാമ്രാജ്യമാണല്ലോ ഗുപ്ത സാമ്രാജ്യം എന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു മോശമായ രീതിയിൽ ഒരു സന്ധി ചെയ്യുക എന്നത് ഗുപ്ത ചരിത്രം വെച്ച് നോക്കിയാൽ സാധ്യതയില്ലാത്ത ഒന്നാണ്. അതുപോലെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ സഹോദരനെ വധിച്ച് സഹോദര ഭാര്യയെ വിവാഹം കഴിച്ചെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് മര്യാദയും സ്നേഹവും ലഭിക്കുക ബുദ്ധിമുട്ടായിരിക്കും. ചരിത്രത്തിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമനെ ജനങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളില്ലാത്തത് കൊണ്ട് സമുദ്രഗുപ്തന് ശേഷം അധികാരത്തിലെത്തിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. ചില രേഖപ്പെടുത്തലുകളൊക്കെ അനുസരിച്ച് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നോർത്ത് വെസ്റ്റ് മേഖലയിൽ ബാക്ട്രിയ വരെയും പടനീക്കമൊക്കെ നടത്തിയിരുന്നു. അതുപോലെ കിഴക്ക് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ബംഗാൾ മേഖല മുഴുവനായും ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ വരികയുണ്ടായി. പടിഞ്ഞാറ് മേഖലയിൽ പഞ്ചാബിന് ശേഷവും കുഷാന മേഖലകളും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. അദ്ദേഹം ബാക്ട്രിയ വരെയൊക്കെ പടനീക്കം നടത്തി എന്നത് രേഖപ്പെടുത്തലുകളിലുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം മുന്നേറ്റം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ രാജാവും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ തന്നെ. ഈ മേഖലകളിൽ അദ്ദേഹം എത്തിയെങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാതെ അവിടെയുള്ള ഭരണാധികാരികൾ തന്നെയാണ് തുടർന്നും ഭരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശാക, കുഷാന പോലുള്ള ശക്തരെ തകർക്കുകയും കേന്ദ്രീകൃത മേഖലയിൽ അതിശക്തമായ ഒരു ഗുപ്ത സാമ്രാജ്യം സൃഷ്ടിക്കുകയും രാഷ്ട്രീയപരമായും സൈനികപരമായും ഭരണതലത്തിലും കൃത്യമായ ഘടനയുള്ള ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കാനും ചന്ദ്രഗുപ്തൻ രണ്ടാമന് സാധിച്ചു എന്ന് പറയേണ്ടതുണ്ട്. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറും കാശ്മീരും ഒഴികെ ഏറെക്കുറെ മുഴുവൻ ഉത്തരേന്ത്യയും ചന്ദ്രഗുപ്തൻ രണ്ടാമന് കീഴിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ജീവിതം പറയുന്ന സന്ദർഭത്തിൽ നിർണായകമായി പറയുന്ന മറ്റൊരു കാര്യമാണ് വാകാടകരുമായുള്ള ബന്ധം. മധ്യ ഇന്ത്യൻ മേഖലകളിലായിരുന്നു ഈ ശക്തി നിലനിന്നത്. മറ്റൊരർത്ഥത്തിൽ ശാകന്മാരുടെയും ഗുപ്തന്മാരുടെയും ഇടയിലെ ദേശങ്ങളാണ് വാകാടകർ ഭരിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ സമുദ്രഗുപ്തൻ വാകാടകരുടെ രാജാവായിട്ടുള്ള രുദ്രസേനൻ ഒന്നാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ആ രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖല സന്ധി അനുസരിച്ച് ഗുപ്തന്മാർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് വന്ന വാകാടക രാജാവായിട്ടുള്ള പൃഥ്വിസേന ഒന്നാമൻ അതിശക്തനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ രാജ്യം വികസിപ്പിക്കുകയും പല മേഖലകളും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു സമയത്ത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഇവരോട് യുദ്ധത്തിന് പകരം വിവാഹത്തിലൂടെയുള്ള സൗഹൃദ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകിയത്. അപ്രകാരം തൻ്റെ പുത്രിയായ പ്രഭാവതിയെ പൃഥ്വിസേനയുടെ മകനായ രുദ്രസേനൻ രണ്ടാമന് വിവാഹം ചെയ്തു നൽകുകയുണ്ടായി. അതിലൂടെ വാകാടക മേഖലയ്ക്ക് മേൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്വാധീനവും വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ശക്തനായിരുന്ന പൃഥ്വിസേനൻ ഒന്നാമൻ്റെ ഭരണകാലം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു. ഏതാണ്ട് 385 AD വരെയൊക്കെ ഇദ്ദേഹം ഭരിച്ചതായി പറയുന്നു. തുടർന്ന് അധികാരത്തിലെത്തിയ രുദ്രസേനൻ രണ്ടാമൻ അധികകാലം ഭരിക്കുന്നതിന് മുന്നേ AD 390 തന്നെ മരണപ്പെട്ടു.
മക്കൾ പ്രായപൂർത്തിയാവാതിരുന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ള 20 വർഷത്തോളം കാലം ഭാര്യയായിരുന്ന പ്രഭാവതി ഗുപ്ത തന്നെയാണ് ഭരണാധികാരം നടത്തുന്നത്. മറ്റൊരർത്ഥത്തിൽ വാഗാടക മേഖലയുടെയും നിയന്ത്രണം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൈകളിലേക്ക് പതിയെ എത്തിച്ചേരുകയുണ്ടായി. വാഗാടകരുമായി സൃഷ്ടിക്കപ്പെട്ട ബന്ധം ശകന്മാരെ പരാജയപ്പെടുത്തുന്നതിൽ ചന്ദ്രഗുപ്തനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ കടമ്പ രാജ്യത്തിൻ്റെ അഥവാ ആധുനിക മുംബൈ മേഖലയിലെ രാജകുമാരിമാരെയും ഗുപ്ത സാമ്രാജ്യത്തിൽ വിവാഹം ചെയ്ത് നൽകിയതായി കാണാം. ഇത്തരത്തിൽ വിവാഹ ബന്ധങ്ങളിലൂടെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം കൊണ്ടുവരുന്നതിന് ചന്ദ്രഗുപ്തൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയാം. യുദ്ധവഴികളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ശാകന്മാരെ ഇല്ലാതാക്കിയത് തന്നെയാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നാണയങ്ങൾ അനുസരിച്ച് അത് വെറുമൊരു യുദ്ധമൊന്നും ആയിരുന്നില്ലെന്നും 388 മുതൽ 409 AD വരെ നീണ്ടുനിന്ന ദീർഘയുദ്ധങ്ങളായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ചന്ദ്രഗുപ്തനെ പലയിടത്തും ദേവരാജ, ദേവഗുപ്ത എന്നൊക്കെ വിശേഷിപ്പിച്ചും കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർണായക മന്ത്രിയായിരുന്ന അമർകര ദേവ സൃഷ്ടിച്ച ശിലാലിഖിതത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവരാജ എന്നാണ്. വാഗാടക ഭരണമേഖലയിൽ റാണി പ്രഭാവതിയുടെ പിതാവിനെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രഗുപ്ത എന്ന പേരിലും ദേവഗുപ്ത എന്ന പേരിലുമാണ്. ഏതായാലും ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ പേര് എന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നത് തന്നെയാണ്. ഭരണാധിപനായാലും സൈനിക മേധാവി എന്ന നിലയിലുമൊക്കെ ചന്ദ്രഗുപ്തൻ മികച്ചു നിന്നിരുന്നു എന്നതിൽ തർക്കമില്ല. അച്ഛൻ സൃഷ്ടിച്ച സാമ്രാജ്യത്തെ കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും സാമ്രാജ്യത്തെ അദ്ദേഹം വിപുലീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒട്ടുമിക്ക മേഖലകളിലും വികസനവും സാധ്യമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുവർണയുഗമായും ഗുപ്ത സാമ്രാജ്യകാലം മാറി. മതം, സാഹിത്യം, ശാസ്ത്രമേഖലകൾ, കലാമേഖലകൾ തുടങ്ങി ഒട്ടുമിക്ക മേഖലകൾക്കും ഭരണമേഖല അകമഴിഞ്ഞ സഹായങ്ങളാണ് നൽകിയത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയും അഭിവൃദ്ധി പ്രാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാവായ സമുദ്രഗുപ്തൻ എന്തൊക്കെ സൃഷ്ടിച്ചുവോ അതിനെയൊക്കെ കൂടുതൽ മഹനീയമാക്കുന്ന നിലയിലായിരുന്നു ചന്ദ്രഗുപ്തൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഒട്ടനവധി യുദ്ധങ്ങളും വലിയ അതിരുകളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാജ്യത്തിലെ ജനങ്ങൾക്ക് പൊതുവിൽ സമാധാനവും നല്ലൊരു ജീവിതവും നയിക്കാൻ സാധിച്ചിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അടയാളങ്ങളായി നിലനിൽക്കുന്ന നാണയങ്ങൾ ചന്ദ്രഗുപ്തനെയും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. സ്വർണ്ണ നാണയങ്ങൾ എന്ന പോലെ തന്നെ സിൽവർ, കോപ്പർ നാണയങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. മിക്ക നാണയങ്ങളിലും അദ്ദേഹം ഒരു ഭാഗത്തും മറുഭാഗത്ത് ഗരുഡനെയും കാണാനാവും. അതുപോലെ ചില നാണയങ്ങളിൽ അദ്ദേഹം സിംഹത്തെ നേരിടുന്ന, വധിക്കുന്ന ചിത്രങ്ങൾ കാണാനാവും. സൗരാഷ്ട്ര മേഖലകൾ കീഴടക്കിയതിന് ശേഷമുള്ള നാണയങ്ങളാവാം ഇത്. ഏതായാലും ഇതിലൂടെ അദ്ദേഹത്തിന് സിംഹവിക്രമ എന്ന പേരും വന്നു ചേരുകയുണ്ടായി. ആയുധങ്ങൾ ധരിച്ചും കുതിര ഓടിക്കുന്ന രീതിയിലും വിഷ്ണുവിന് മുന്നിൽ പ്രസാദം അർപ്പിക്കുന്ന രീതിയിലുമൊക്കെ നാണയങ്ങൾ കണ്ടെത്താവുന്നതാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലം എന്നത് കിഴക്ക് ബേ ഓഫ് ബംഗാൾ മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ നീണ്ടുനിന്ന ഉത്തരേന്ത്യൻ സാമ്രാജ്യമാണ്. വിദേശ മേഖലകളിലേക്കുള്ള കച്ചവടവും ഇന്ത്യൻ മേഖലയിലെ കച്ചവടവും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക വികസനവും ഉണ്ടായി. ഇത് ജനങ്ങൾക്കും ഉപകാരമായി മാറ്റുന്നതിനും അദ്ദേഹം നടപടികൾ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗുപ്ത രാജാക്കന്മാരിൽ ഏറ്റവും വലിയ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ്. എന്തിനും വലിയ പിന്തുണ നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് പണ്ഡിതന്മാരെയും കവികളെയും ഒക്കെ വിളിച്ചു വരുത്തിയിരുന്നു. നവരത്നങ്ങൾ എന്ന് വിഖ്യാതി നേടിയ കാളിദാസൻ ഉൾപ്പെടെയുള്ള 9 മഹാകവികൾ അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നതായി പറയാറുണ്ട്. ഹിന്ദു മതത്തിൻ്റെ ഉയർച്ചയ്ക്കും അദ്ദേഹം ഭാഗമായി. ഉത്തരേന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യ കഥകളിലെ നായകനായ വിക്രമാദിത്യൻ അദ്ദേഹമാണെന്നും ഒട്ടനവധി ആളുകൾ വിശ്വസിക്കുന്നു. ഏതായാലും സമുദ്രഗുപ്തൻ തുടങ്ങിവെച്ച പ്രവർത്തികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഗുപ്ത സാമ്രാജ്യത്തിനെ ഏറ്റവും ഉയർച്ചയിലേക്ക് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വളർത്തി. അപ്രകാരം ഭാരതത്തിൻ്റെ സുവർണയുഗവും സൃഷ്ടിക്കപ്പെട്ടു. സമുദ്രഗുപ്തൻ 100 യുദ്ധങ്ങളിലെ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ ആ വലിയ സാമ്രാജ്യത്തെ ചേർത്തിണക്കി ഭരണം നടത്തി സാമൂഹിക സാംസ്കാരിക മേഖലകൾക്കടക്കം പുത്തൻ ഉണർവ് നൽകി ജനങ്ങൾക്കിടയിലേക്ക് കൂടി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കടന്നു കയറി. ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആവണം അദ്ദേഹത്തിന് വിക്രമാദിത്യനാണ് എന്ന നിലയിലുള്ള വിശേഷണം വരുന്നതും. ഏതായാലും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ നിർണായക പേരായി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നിലനിൽക്കുന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ AD 413 മരണപ്പെടുന്നത്. അതിനുശേഷം അധികാരത്തിലേറുന്നത് മകനായിരുന്ന കുമാരഗുപ്തനാണ്. AD 455 വരെ തുടർന്ന നീണ്ട ഒരു ഭരണകാലമായിരുന്നു കുമാരഗുപ്തൻ്റേത്. എങ്കിലും ഗുപ്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയും
കുമാരഗുപ്തൻ്റെ പേരിനും ജീവിതത്തിനും വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടാറില്ല. ഇത്രയും നീണ്ടകാലം ഭരണം നടത്തിയിട്ടും വലിയ യുദ്ധവിജയങ്ങളോ കീഴടക്കലുകളോ ഒന്നും തന്നെ കുമാരഗുപ്തനുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിനൊരു കാരണമായി പൊതുവെ പറയുന്നത്. എന്നാൽ ഇതിന് മറുപുറം കൂടി ചിന്തിക്കാമല്ലോ. തൻ്റെ ദീർഘമായ ഭരണകാലയളവിൽ എങ്ങും തന്നെ ആ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾക്കോ സമാധാന അന്തരീക്ഷത്തിനോ ഒന്നും തന്നെ ഒരു കോട്ടവും വരുത്താതെ ഭരണം നടത്താൻ കുമാരഗുപ്തന് സാധിക്കുന്നുണ്ട്. ശക്തനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അത്രയും വലിയൊരു സാമ്രാജ്യത്തെ കെട്ടുറപ്പോടെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുപോലെ അവസാന കാലങ്ങളിൽ രാജകുമാരനായ സ്കന്ദഗുപ്തൻ എതിരാളികളെ നേരിടാൻ ഇറങ്ങുമ്പോഴും ഗുപ്ത സാമ്രാജ്യത്തിന് ശക്തമായൊരു സൈന്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. അതിൻ്റെയും അർത്ഥം രാജ്യം കുമാരഗുപ്തൻ്റെ കാലത്ത് കെട്ടുറപ്പോടെ തന്നെ നിലനിന്നിരുന്നു എന്നതാണല്ലോ. ബിൽസദ് ഇൻസ്ക്രിപ്ഷൻ പ്രകാരം കുമാരഗുപ്തൻ്റെ ഭരണകാലത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത് AD 415 മുതലാണ്. 4 സമുദ്രങ്ങൾക്കും നാഥൻ, ഭൂമിയുടെ രാജാവ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. അത്രയും വലിയൊരു സാമ്രാജ്യമാണല്ലോ അദ്ദേഹം ഭരണം നടത്തുന്നത്. 436 AD രേഖപ്പെടുത്തൽ അനുസരിച്ച് ഉത്തരമേഖലയിൽ ഹിമാലയൻ മലനിരകളും ദക്ഷിണഭാഗത്ത് വിന്ധ്യാനിരകളും കിഴക്ക് പടിഞ്ഞാറ് സമുദ്രങ്ങളും അതിരുകളുമായി നിലനിൽക്കുന്ന സാമ്രാജ്യത്തിൻ്റെ നായകനാണ് കുമാരഗുപ്തൻ. ഒരുപക്ഷെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ള കാലവും ഇതുതന്നെയാവാം. കുമാരഗുപ്തൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ട് കീഴ്പ്പെടുത്തലുകളൊന്നും തന്നെ അധികമായി എവിടെയും കാണാനാവില്ല. എങ്കിലും ഇദ്ദേഹം മാൽവ മേഖലകൾ കീഴടക്കി തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തതായി ചിലയിടത്ത് പറയുന്നുണ്ട്. അതുപോലെ നർമ്മദ കടന്ന് ദക്ഷിണ മേഖലകളിലേക്കും തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചതായി പറയുന്നുണ്ട്. അതുവഴി വാഗാടകരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായും അതുപോലെ പുഷ്യമിത്രരുമായുള്ള യുദ്ധത്തിന് വഴിയൊരുക്കിയതായും കാണാം. ഇദ്ദേഹത്തിൻ്റെ നീണ്ട ഭരണകാലത്തിൽ രാജ്യമേഖലകളിൽ പൊതുവെ സമാധാനം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് നളന്ദ സർവകലാശാലയുടെയൊക്കെ തുടക്കം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങളും തകർന്ന മേഖലകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമൊക്കെ കുമാരഗുപ്തൻ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഭരണകാലത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും നിർണായകമായ നാണയങ്ങൾ കുമാരഗുപ്തനുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആനപ്പുറത്തും കുതിരപ്പുറത്തും പട നയിക്കുന്നവരായുള്ള നാണയങ്ങൾ അദ്ദേഹം സൈനിക നടപടികളിലും വ്യാപൃതനായിരുന്നു എന്നതിന് ബലമേകും. രേഖപ്പെടുത്തലുകളിൽ പൊതുവെ കുമാരഗുപ്തൻ്റെ ഭാര്യയായി ആനന്ദദേവിയെ മാത്രമാണ് കാണാനാവുക. ഇവർ കടമ്പദേശത്തെ രാജകുമാരിയായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തുടർന്ന് രാജാവായിട്ടുള്ള സ്കന്ദഗുപ്തൻ്റെ മാതാവ് ഇവർ ആയിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുക. കുമാരഗുപ്തൻ്റെ കാലത്ത് സാമ്രാജ്യത്തിന് ക്ഷീണമോ തിരിച്ചടികളോ ലഭിക്കുന്നില്ല. മുൻഗാമികൾ കീഴടക്കിയതുപോലെ വലിയ ദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കുമാരഗുപ്തനും കീഴടക്കലുകൾ നടത്തിയിട്ടുണ്ടാവാം. ഗുപ്ത സാമ്രാജ്യം കീഴടക്കിയ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട്. കുമാരഗുപ്തന് മഹേന്ദ്രാദിത്യ, ശ്രീമഹേന്ദ്ര, അശ്വമേധ മഹേന്ദ്ര പോലുള്ള വിശേഷണങ്ങൾ നൽകിയതായും കാണാം. അതുപോലെ അദ്ദേഹം അശ്വമേധ യാഗം നടത്തിയതിനെക്കുറിച്ചും രേഖപ്പെടുത്തലുകളുണ്ട്. അദ്ദേഹം ശക്തനായ ഒരു ഭരണാധികാരി ആയിരുന്നത് കൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ സാമ്രാജ്യം ഭദ്രതയോടെ നിലനിന്നു എന്ന് പറയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് വൈഷ്ണവ മതത്തിൻ്റെയും കലാസാംസ്കാരിക മേഖലകളുടെയും ഒക്കെ വികസനത്തിന് കുമാരഗുപ്തൻ നിർണായക സ്ഥാനമായി നിലകൊള്ളുകയുണ്ടായി. പതിറ്റാണ്ടുകൾ സാമ്രാജ്യത്തെ കെട്ടുറപ്പോടെ സംരക്ഷിച്ച കുമാരഗുപ്തന് അവസാന കാലത്ത് മാത്രമാണ് ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായി വരുന്നത്. പുഷ്യമിത്ര വർഗ്ഗക്കാർ ഗുപ്ത സാമ്രാജ്യം ആക്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കാലശേഷം മകനായ സ്കന്ദഗുപ്തൻ ഹൂണരെ തോൽപ്പിച്ചപ്പോഴും സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തി അതുപോലെ നിലനിന്നിരുന്നു എന്നും അനുമാനിക്കാം. ഗുപ്ത ചരിത്രത്തിൽ അധികമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നൽകിയ ആ വലിയ ഗുപ്ത സാമ്രാജ്യത്തെ യാതൊരു കോട്ടവും വരുത്താതെ നിലനിർത്തിയ 40 വർഷത്തോളം കാലം ദീർഘമായി ഭരിച്ച അതിശക്തനായ രാജാവായിരുന്നു കുമാരഗുപ്തൻ എന്ന് നിസ്സംശയം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗുപ്ത ചരിത്രത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു നായകനായി കൂടി കുമാരഗുപ്തൻ നിലനിൽക്കുന്നു. കുമാരഗുപ്തൻ്റെ അവസാന കാലത്ത് അതിർത്തി മേഖലകളിൽ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാര്യം പറയുകയുണ്ടായല്ലോ. അതിൻ്റെ നായകനായി ഉണ്ടായിരുന്നത് മകനായ രാജകുമാരനായിട്ടുള്ള സ്കന്ദഗുപ്തനാണ്. നോർത്ത് വെസ്റ്റ് മേഖലയിൽ ഹൂണരുടെ ആക്രമണങ്ങളെ സ്കന്ദഗുപ്തൻ നേരിടുന്ന സമയത്താണ് കുമാരഗുപ്തൻ മരണപ്പെടുന്നത്. രാജനഗരിയിൽ സ്കന്ദഗുപ്തൻ ഇല്ലാത്തത് കുമാരഗുപ്തൻ്റെ മറ്റു മക്കൾ ആ സ്ഥാനം നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കലഹത്തിന് വഴിവെച്ചെന്നും പുരുഗുപ്ത താൽക്കാലിക രാജാവായെന്നുമൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളുടെ അഭാവവുമുണ്ട്.
ഏതായാലും അധികം താമസിയാതെ തന്നെ സ്കന്ദഗുപ്തൻ രാജ്യത്തിൻ്റെ നായകനായി തീരുകയാണ്. കുമാരഗുപ്തൻ്റെ മക്കളിൽ ആദ്യം രാജാവാകേണ്ട ആളൊന്നുമായിരുന്നില്ല സത്യത്തിൽ സ്കന്ദഗുപ്ത. രേഖപ്പെടുത്തലുകളിൽ കുമാരഗുപ്തൻ്റെ രാജ്ഞിയായി ആനന്ദദേവിയെ കാണാമെങ്കിലും അവരായിരുന്നില്ല സ്കന്ദഗുപ്തൻ്റെ അമ്മ എന്നതും ഓർക്കുക. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്കന്ദഗുപ്തന് സഹോദരന്മാരുമായി അധികാര പോരാട്ടത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും എന്നാണ് ചില ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. സ്കന്ദഗുപ്തനെ പറ്റി ഒട്ടനവധി രേഖപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനം ഭിതാരി സ്റ്റോൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ തന്നെയാണ്. അതിൽ തന്നെ രാജമേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അതിനെയൊക്കെ സ്കന്ദഗുപ്തൻ അതിജീവിച്ചെന്നും പറയുന്നുണ്ട്. അതിനെ അധികാര തർക്കമായി കാണുന്നവരുമുണ്ട്. എന്നാൽ അത് ഹൂണരുമായുള്ള യുദ്ധം, പ്രവിശ്യകളിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ വാദിക്കുന്നവരുമുണ്ട്. ഏതായാലും ചരിത്ര രേഖപ്പെടുത്തലുകൾ അനുസരിച്ച് സ്കന്ദഗുപ്ത എന്നത് കുമാരഗുപ്തൻ്റെ മക്കളിൽ ഏറ്റവും കഴിവുറ്റവൻ തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല. അതുമാത്രമല്ല, ഗുപ്ത സാമ്രാജ്യത്തിൽ പൊതുവെ മക്കൾ അധികാരത്തിൽ വരുമ്പോൾ സ്ഥാനത്തിനു പകരം ഏറ്റവും കഴിവുറ്റവരെയാണ് പിതാവ് തിരഞ്ഞെടുത്തിരുന്നത്. ആഭ്യന്തര പ്രശ്നം ഉണ്ടാവാതിരിക്കാനായി പിതാവ് തന്നെ കോർട്ടിലത് പ്രഖ്യാപിക്കുന്നതും കാണാം. ഇവിടെയും കുമാരഗുപ്തൻ തൻ്റെ പിൻഗാമിയായി സ്കന്ദഗുപ്തനെ പ്രഖ്യാപിക്കുന്നുണ്ട്. പല മക്കളും പല പ്രവിശ്യകളുടെ നായകരായി നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും എതിരാളികളെ നേരിടാൻ നിയോഗിക്കപ്പെടുന്നത് സ്കന്ദഗുപ്തൻ തന്നെയാണ്. സ്കന്ദഗുപ്തൻ്റെ ചരിത്ര എഴുത്തുകളിൽ ഏറ്റവും മികച്ച കഴിവുറ്റ മിലിറ്ററി കമാൻഡർ എന്നൊക്കെ കാണാം. കുമാരഗുപ്തൻ്റെ മക്കളിൽ ഏറ്റവും കഴിവുറ്റവനും സ്കന്ദഗുപ്തൻ തന്നെ. സ്കന്ദഗുപ്തൻ അധികാരത്തിലെത്തിയപ്പോൾ എതിരാളികൾ രാജ്യത്തിൻ്റെ പല അതിർത്തി മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. രാജ്യമേഖലയിലും പലയിടത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അതിവേഗം സ്കന്ദഗുപ്തൻ തകർക്കുകയും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തി വീണ്ടും തെളിയിക്കുകയും ചെയ്തു. ആ സമയം 100 രാജാക്കന്മാർ അവരുടെ കൂറ് സ്കന്ദഗുപ്തനോടാണെന്ന നിലയിൽ കുമ്പിട്ട് വണങ്ങിയെന്ന് രേഖപ്പെടുത്തലുകളിൽ പറയുന്നുണ്ട്. അതിലൂടെ 100 രാജാക്കന്മാരുടെ രാജാവ് എന്ന വിശേഷണവും സ്കന്ദഗുപ്തന് വന്നു ചേർന്നു. AD 455 അധികാരത്തിലെത്തിയപ്പോൾ തന്നെ സ്കന്ദഗുപ്തന് വലിയ യുദ്ധങ്ങളെയും നേരിടാനുണ്ടായിരുന്നു. തൻ്റെ വഴികളിൽ പുഷ്യമിത്രരെ തോൽപ്പിച്ച് സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് കാത്ത സ്കന്ദഗുപ്തൻ അതിലൂടെ കഴിവുറ്റ ജനറലാണെന്ന് ലോകത്തിനു മുന്നിൽ കാട്ടിത്തന്നു. എന്നാൽ സ്കന്ദഗുപ്തനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി നിലനിൽക്കുന്നത് ഹൂണരുടെ ആക്രമണ ശ്രമങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതാണ്. അദ്ദേഹം രാജകുമാരനായിരിക്കെ തന്നെ ഹൂണരുമായി പോരടിക്കുന്നുണ്ട്. തുടർന്നവരെ പരാജയപ്പെടുത്തുകയുമുണ്ടായി. എങ്കിലും നാൾക്കുനാൾ ശക്തി വർദ്ധിച്ച് ഹൂണർ ഗുപ്തയുടെ അതിർത്തി മേഖലകളിൽ അപകടകരമായി തന്നെ തുടർന്നു. നീണ്ടുനിന്ന യുദ്ധങ്ങൾ തന്നെ ഈ മേഖലയിൽ നടക്കുകയുണ്ടായി. AD 458-59 ഉത്തരമേഖലയിൽ വെച്ച് വലിയൊരു യുദ്ധമുണ്ടാവുകയും അതിശക്തമായി പോരാടിയ സ്കന്ദഗുപ്തൻ്റെ പട ഹൂണരെ തകർക്കുകയും ചെയ്തു. അതിലൂടെ ഗുപ്ത സാമ്രാജ്യത്തെ സംരക്ഷിക്കുകയും ഹൂണരുടെ ഇന്ത്യൻ മേഖലകളിലേക്കുള്ള വ്യാപനത്തെ തടയുന്നതിലും സ്കന്ദഗുപ്തൻ പരിപൂർണമായി വിജയിക്കുകയുണ്ടായി. ശക്തരായിരുന്ന ഹൂണരുടെ ആക്രമണം പിന്നീട് ഒരു 50 വർഷത്തേക്കെങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിന് നേരിടേണ്ടതായും വന്നില്ല എന്നതും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശേഷിയെ എടുത്തുകാട്ടുന്ന ചില സൂചനകളാണ്. കാശിക്കടുത്ത ഭിതരി സ്റ്റോൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ സ്കന്ദഗുപ്തൻ്റെ സൈനിക വിജയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കന്ദഗുപ്തന് ദേവരാജ എന്ന പേരും കാണാം. ദേവരാജ എന്നത് മുത്തച്ഛനായ ചന്ദ്രഗുപ്തൻ രണ്ടാമനും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വിക്രമാദിത്യ എന്ന പേരും സ്കന്ദഗുപ്തനും ചേർക്കപ്പെട്ടിട്ടുണ്ട്. പിതാവായ കുമാരഗുപ്തന് മഹേന്ദ്ര എന്ന പേരും കാണാം. ഇതൊക്കെ തന്നെയും ഇന്ദ്രൻ്റെ പേരുകളാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും സ്കന്ദഗുപ്തന് ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാനത്തെ ശക്തനായ ഭരണാധികാരിയായി കണക്കാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം സാമ്രാജ്യം അതിൻ്റെ ശക്തി നിലനിർത്തുകയും പ്രൗഢിയും വികസനവും വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഹൂണരുമായുള്ള പോരാട്ടങ്ങൾക്കിടെ വാകാടകർ മാൽവ പ്രദേശം തിരിച്ചുപിടിച്ചതായി ചില രേഖപ്പെടുത്തലുകളുണ്ട്. എങ്കിലും സ്കന്ദഗുപ്തനുമായി പോരടിച്ച് മാൽവാദേശം കീഴടക്കിയതാണ് എന്ന രീതിയിൽ എവിടെയും രേഖപ്പെടുത്തലുകളില്ല. സ്കന്ദഗുപ്തൻ മുന്നിൽ നിന്ന യുദ്ധങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാം. രാജകുമാരനായിരിക്കെ തന്നെ നിർണായകമായ ദൗത്യങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈനിക മികവ് ഏതായാലും നിർണായക സമയത്ത് ഗുപ്ത സാമ്രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് കാരണമായി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും 100 രാജാക്കന്മാരുടെ രാജാവ് ആയതിലൂടെയും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പ്രൗഢി കൂടുതൽ വികസിപ്പിക്കുന്നതിനും സ്കന്ദഗുപ്തന് സാധിച്ചിട്ടുണ്ട്. പഴയകാലത്തെ രേഖപ്പെടുത്തലുകളിൽ തന്നെ കഴിവുറ്റ ഭരണാധികാരിയായും സൈനിക കമാൻഡറായും രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയ ഭരണാധികാരിയായും ഒക്കെയുള്ള വിശേഷണങ്ങളൊക്കെ കാണാം. ഹൂണരെ തകർത്തത് കൊണ്ട് തന്നെ ചരിത്രകാരന്മാരും സ്കന്ദഗുപ്തന് നിർണായകമായ സ്ഥാനം ചരിത്രത്തിൽ നൽകുന്നുണ്ട്.
അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരിയാണെന്നും ലളിതമായ ജീവിതം നയിക്കുന്ന എല്ലാ മേഖലകളെയും ഒരുപോലെ നോക്കുന്ന ഒരാളാണെന്നും ഹയാൻ സാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നളന്ദ മേഖലയിൽ ബുദ്ധ നിർമ്മിതികൾക്ക് സഹായം നൽകിയതായും കാണാം. നളന്ദ സർവകലാശാലയുടെ നിർമ്മാണത്തിനും സ്കന്ദഗുപ്തൻ നിർണായകമായി നിലകൊള്ളുകയുണ്ടായി. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏതായാലും മികച്ച കമാൻഡറായും ഭരണാധിപനായും സ്കന്ദഗുപ്തനെയും അടയാളപ്പെടുത്തുന്നു. ശക്തരായ ഗുപ്ത ചക്രവർത്തിമാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. സ്കന്ദഗുപ്തൻ്റെ ഭരണകാലം 455 മുതൽ 467 വരെയായ 12 വർഷങ്ങളാണ്. ഈ കാലയളവിന് ശേഷം കഴിവുറ്റ ചക്രവർത്തിമാർ ഇല്ലാതെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് കോട്ടം തട്ടാൻ ആരംഭിക്കുകയും ചെയ്തു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് സ്കന്ദഗുപ്തൻ്റെ ഭരണകാലം എന്നത്. അതിന് കാരണമായി പറയുന്നത് സ്കന്ദഗുപ്തൻ ഹൂണരുടെ ആക്രമണങ്ങളെ തടഞ്ഞു എന്നതുകൊണ്ടും ഇന്ത്യയുടെ നിലനിൽപ്പ് സംരക്ഷിച്ചു എന്നതുകൊണ്ടുമാണ്. അങ്ങനെയെങ്കിൽ ഹൂണർ എന്ന വംശം എന്താണ്? അവരുടെ ചരിത്രം, ആക്രമണങ്ങൾ, ഭരണമേഖലകൾ തുടങ്ങി നിർണായകമായ അനവധി ചരിത്ര തേടലുകൾ ലോകത്തിൽ നടന്നിട്ടുമുണ്ടാവും. നമുക്കറിയാം, പ്രാചീന കാലത്ത് മധ്യേഷ്യയിലൊക്കെ ഒട്ടനവധി ഗോത്രവിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അവരൊരു രാഷ്ട്രീയ ശക്തിയായി തീർന്ന് ലോക ഭൂപടത്തിൻ്റെ തന്നെ ഗതി മാറ്റി എഴുതിയ ചരിത്രങ്ങൾ നമുക്ക് കാണാനാവും. അത്തരത്തിലൊരു വംശം തന്നെയാണ് ഹൂണരും. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും മേഖലകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആക്രമണത്തിൻ്റെയും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെയും ചരിത്രകഥകൾ പറയുന്ന ഒരു വിഭാഗം കൂടിയാണ് ഹൂണരുടേത്. വംശമെന്ന നിലയിൽ അങ്ങേയറ്റം ധീരരും ഊർജ്ജസ്വലരും ഒന്നിനെയും ഭയക്കാത്തതുമായ പ്രകൃതമുള്ള ഇവർ നാടോടി സ്വഭാവമുള്ള, കൃത്യമായ മതിലുകൾ സുരക്ഷ നൽകിയ നഗരങ്ങളോ കൃത്യമായ വാസസ്ഥലങ്ങളോ സൃഷ്ടിക്കാതെ ദേശങ്ങൾ തേടി നടന്നവർ കൂടിയായിരുന്നു. ആ വംശത്തിൻ്റെ വളർച്ചയിൽ സൈനിക ശേഷി വർദ്ധിച്ചതോടെ പിന്നീട് ലോകം കണ്ടത് രാജകീയ സ്വഭാവത്തിൻ്റെയും കടുത്ത ആക്രമണങ്ങളുടെയും ചരിത്രം കൂടിയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയാവുന്നത് BC 2-ാം നൂറ്റാണ്ടുകാലത്ത് ചൈനീസ് മേഖലകളിലേക്ക് ഇത്തരം ഗോത്രവിഭാഗങ്ങളുടെ കടന്നുകയറ്റവും ആക്രമണങ്ങളും തടയാനായി സൃഷ്ടിച്ച ചൈനയിലെ വൻമതിലിലൂടെയാണ്. ചൈനയിലെ വൻമതിൽ ഹൂണർക്ക് ഒരു വലിയ പ്രതിബന്ധമായി മാറിയതോടെ ഇതിലൊരു വിഭാഗം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് സഞ്ചാരം ആരംഭിച്ചു. അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ പതനത്തിനും കാരണമായി മാറുകയാണ്. അത്തരത്തിൽ ചൈനയിലെ വൻമതിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അപ്രതീക്ഷിത പതനത്തിന് കൂടി കാരണമാണ് എന്ന നിലയിലുള്ള ചരിത്ര നിരീക്ഷണങ്ങൾ പോലും നമുക്ക് കാണാം. ഏതായാലും ഏഷ്യ യൂറോപ്പ് മേഖലയിൽ ഭീതി പടർത്തിയ, ഒന്നിനെയും ഭയക്കാതിരുന്ന, ആക്രമിക്കുന്ന മേഖലകൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്ന ആ ഗോത്രവിഭാഗങ്ങൾ പല മേഖലയിലും രാജ്യങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുകയുമുണ്ടായി. പലയിടത്തും സംസ്കാരങ്ങൾ പോലും നശിപ്പിക്കുകയുമുണ്ടായി. അവർ ഇന്ത്യയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൂണരുടെ ചരിത്രം അതിവിശാലമെന്നിരിക്കെ ഈ വീഡിയോയിലൂടെ ഹൂണരുടെ ഇന്ത്യൻ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഗോത്ര നാടോടി വിഭാഗങ്ങളായിരുന്ന ഹൂണർ ചൈനയുടെ അതിർത്തി മേഖലകളിൽ BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ നിർണായകമായ സാന്നിധ്യമായി നിലനിന്നിരുന്നു എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൂണരുടെയും അതുപോലെയുള്ള ഗോത്രങ്ങളുടെയും ഏറ്റവും വലിയ എതിരാളിയായി നിലകൊണ്ടതും ചൈനീസ് സാമ്രാജ്യങ്ങളാണ്. ഇവർ തമ്മിൽ നിരന്തരമായ പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരുന്നു. BC 120 കാലത്തുണ്ടായ യുദ്ധങ്ങളിൽ ഹൂണരെ തകർത്ത് തരിപ്പണമാക്കിയ ചൈനീസ് 90,000 ഹൂണരെ പിടികൂടുകയോ വധിക്കുകയോ ഒക്കെ ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചൈനീസ് മേഖലയിൽ ഹൂണർക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിലും ഹൂണരുടെ സാമ്രാജ്യവും ചൈനീസ് മേഖലകളും നിരന്തരമായി പോരടിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു കാലം ചൈനയിലെ വൻമതിലൊക്കെ നിരന്തരം യുദ്ധക്കളമായി നിലകൊണ്ടു. പലപ്പോഴും ചൈനീസ് സൈന്യങ്ങൾ ഹുന്നിഷ് മേഖലയിലേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ നടത്താനും ആരംഭിച്ചു. ചൈനീസ് ആക്രമണങ്ങൾക്കൊപ്പം തന്നെ ഭക്ഷ്യക്ഷാമമായും മറ്റുമൊക്കെ പ്രകൃതിയും ഹൂണരെ ആക്രമിച്ചതോടെ ഇവർ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നു. വലിയ ആൾനാശവും ശക്തിക്കുണ്ടായ കോട്ടവും ഒപ്പം ആഭ്യന്തരമായി തന്നെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിലൂടെയൊക്കെ ഈ മേഖലകൾക്ക് തന്നെ പല നായകരായി മാറുന്ന അവസ്ഥയാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നോണമാണ് ഹുണ വിഭാഗത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്കുള്ള സഞ്ചാരം കൂടുതൽ വർദ്ധിക്കുന്നത്. ഇത്തരത്തിൽ മുന്നേറിയവരിൽ ഒരു വിഭാഗം വോൾഗ നദിയുടെ മേഖലകളിലേക്കും മറ്റൊന്ന് ഓക്സസ് നദിയുടെ മേഖലകളിലേക്കുമാണ് സഞ്ചരിച്ചത്. ഓക്സസ് നദി എന്നത്
ആധുനിക കാലത്തെ അമൂധരയാണ്. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നിർണായകമായ ഒരു ചരിത്രകാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന നദി കൂടിയാണിത്. വോൾഗ മേഖലയിലേക്കൊക്കെ എത്തിയ ഹുണ ഗോത്രങ്ങൾ AD 400ഓടെയൊക്കെ റോമൻ മേഖലകളുടെ പല ഏരിയകളും കീഴടക്കുന്നുണ്ട്. ഉൽഡസ് അല്ലെങ്കിൽ ഉൽദിൻ എന്നുപേരായ ഒരു രാജാവിന് കീഴിൽ സദേൺ റഷ്യൻ മേഖലകളടക്കം കീഴടക്കി വലിയ ശക്തിയാവുകയും ചെയ്തു. അതോടെ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ മേഖലകൾക്കും ഭീഷണി ശക്തമായി തുടങ്ങി. തുടർന്നാണ് ഭരണമേഖലയിലേക്ക് ആറ്റില ഒക്കെ വരുന്നതും ഹുണാശക്തി ഇറ്റലി അടക്കം ആക്രമിക്കുന്നതുമൊക്കെ. ഏതായാലും അറ്റ്ലയുടെ മരണത്തിന് ശേഷം ഈ വിഭാഗം ഹൂണരുടെ ചരിത്രവും അവിടെ പതിയെ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഓക്സസ് നദീമേഖലയിലേക്ക് എത്തിയ ഹുണർക്ക് പേർഷ്യയുടെയും ഇന്ത്യക്കുമൊക്കെയാണ് അപകടമായി മാറുന്നത്. ഇവരെ വൈറ്റ് ഹുൺസ് എന്നും പൊതുവെ വിളിക്കാറുണ്ട്. ഈ ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ, ബാക്ട്രിയ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ മേഖലയിൽ കുശാന സാമ്രാജ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും രാജാവായിരുന്ന വാസുദേവന് ശേഷം കുശാന സാമ്രാജ്യത്തിന് ശക്തി പാടെ നഷ്ടപ്പെട്ടിരുന്നു. പല വിഭാഗങ്ങളായി അവർ അവരവരുടെ മേഖലകൾ ഭരിച്ചു പോന്നു എന്ന് മാത്രം. ഇന്ത്യൻ മേഖലകളിൽ ഏറെക്കുറെ പഞ്ചാബ് മേഖലകളും അതിൻ്റെ ഉത്തര പടിഞ്ഞാറ് ഭാഗത്തായി ഗാന്ധാര പ്രദേശവും കുശാന രാജ്യത്തിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്നു. ഇവിടേക്കെത്തുന്ന ഹൂണർ അവരുടെ ആക്രമണങ്ങൾ കൂടുതലായും നടത്തുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിന് എതിരെയാണ്. ആദ്യകാലങ്ങളിൽ ഹൂണരുടെ നായകനടക്കം കൊല്ലപ്പെടുന്ന രീതിയിൽ വലിയ തിരിച്ചടികളും ഹൂണർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പിന്നീട് ബാക്ട്രിയ കേന്ദ്രമാക്കിക്കൊണ്ട് ഹൂണർ അവരുടെ മുന്നേറ്റങ്ങൾ തുടർന്നു. പേർഷ്യൻ മേഖലയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന സമയത്താണ് മറ്റ് മേഖലകളെക്കുറിച്ച് ഹൂണർ ചിന്തിക്കുന്നത്. AD 420 മുതൽ ഹൂണർ പേർഷ്യൻ മേഖലകളുമായി പോരടിക്കുന്നത് കാണാം. പലതവണ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാവുന്ന പോരാട്ടങ്ങളാണ് ഇവയൊക്കെ തന്നെ. AD 453ഓടെ താൽക്കാലികമായൊരു സമാധാന സന്ധി പേർഷ്യയുമായി ഹൂണർ നടപ്പിൽ വരുത്തുന്നതും കാണാം. അതോടെ പേർഷ്യൻ മേഖലകളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ അവസാനിക്കുകയും ഇന്ത്യൻ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ചില ചൈനീസ് രേഖപ്പെടുത്തലുകൾ പ്രകാരം ഗാന്ധാര മേഖലകൾ ഹൂണരുടെ നിയന്ത്രണത്തിലാവുന്നത് AD 455 കാലത്തൊക്കെയാണ്. അതോടെയാണ് ഹൂണരുടെ ഇന്ത്യൻ ആക്രമണത്തിൻ്റെ നിർണായകമായ ചരിത്രവും ആരംഭിക്കുന്നത്. ഇന്ത്യൻ മേഖലകളിലേക്ക് മുന്നേറുന്നതിനും അതിവിശാലമായ സിന്ധു നദി മുറിച്ചു കടക്കുന്നതിനുമൊക്കെ അതോടെ തുടക്കമിടുകയാണ്. അത്തരമൊരു ദുർഘടഘട്ടത്തിൽ അതിനെ തടയാനായി നിലകൊള്ളുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാനത്തെ ഏറ്റവും ശക്തനായ ചക്രവർത്തിയായിരുന്ന സ്കന്ദഗുപ്തനുമാണ്. ഇതേസമയം പുഷ്യമിത്രരുടെ അധിനിവേശത്തെ തടഞ്ഞു നിർത്തി ഒരു പരിധിവരെ തളർന്ന അവസ്ഥയിലുമാണ് അടുത്ത എതിരാളിയെ നേരിടാനായി സ്കന്ദഗുപ്തനും സൈന്യവും ഇറങ്ങി പുറപ്പെടുന്നത്. എന്നാൽ ലഭ്യമായ ചരിത്ര രേഖപ്പെടുത്തലുകളിലെല്ലാം തന്നെ അതിശക്തനായ നായകനും കഴിവുറ്റ കമാൻഡറുമായാണ് സ്കന്ദഗുപ്തനെ വിശേഷിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഹൂണരെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ സ്കന്ദഗുപ്തൻ ഈ യുദ്ധത്തിൽ വിജയിക്കുകയുണ്ടായി. പിന്നീട് ചുരുങ്ങിയത് 50 വർഷത്തോളം കാലമെങ്കിലും ഇന്ത്യൻ മേഖലകളിലേക്ക് കടന്നു വരാൻ പോലും ഹൂണർ ശ്രമിക്കുകയുണ്ടായില്ല. അങ്ങനെയെങ്കിൽ അത്രയും വലിയൊരു യുദ്ധപരാജയമായിരിക്കാം അവർക്കവിടെ നേരിടേണ്ടി വന്നത്. വിദേശ മേഖലയിൽ നിന്ന് വന്ന വലിയൊരു ആക്രമണവും തിരിച്ചടിയും ഉൾപ്പെടെയുള്ള യുദ്ധമായിരുന്നിട്ട് കൂടി ഇതിനെപ്പറ്റി വിശദമായ രേഖപ്പെടുത്തലുകൾ ചരിത്രത്തിലില്ല എന്നതും സങ്കടകരമാണ്. സ്കന്ദഗുപ്തൻ്റെ യുദ്ധവിജയങ്ങളുമായി ബന്ധപ്പെട്ട പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ ഏതായാലും ഹൂണരുടെ പരാജയം പ്രതിപാദിക്കുന്നുണ്ട്. ബിദാരി ഇൻസ്ക്രിപ്ഷനിൽ പറയാത്തത് കൊണ്ട് തന്നെ ഈ വലിയ യുദ്ധം നടന്നിരിക്കുന്നത് AD 458 ശേഷമാണ്. ഏതായാലും പിന്നീട് വർഷങ്ങളോളം ഹൂണരുടെ ആക്രമണം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് വലിയൊരു പരാജയമായിരുന്നു എന്നും അനുമാനിക്കാം. മുൻകാല ഗുപ്ത രാജാക്കന്മാരുടെ കാലത്തും ഹൂണർ ഒരു ശക്തിയായി അതിർത്തി മേഖലകളിൽ ഉണ്ടെങ്കിലും അവർ ആക്രമണത്തിന് മുതിർന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ വെളിവാക്കുന്ന ഘടകമായും അതിനെ പരിഗണിക്കാം. പുഷ്യമിത്രരുമായുള്ള യുദ്ധവും ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുത്തപ്പോൾ ഇതാണ് വിജയിക്കാൻ സാധ്യതയുള്ള സമയം എന്ന നിലയിലുള്ള ആക്രമണമായും വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. ഏതായാലും പിന്നീടുള്ള കാലത്ത് ഹൂണർ പല ഗ്രൂപ്പുകളെ ചേർത്ത് പേർഷ്യൻ മേഖലകളെ ആക്രമിക്കുകയും കൊള്ള നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. AD 483 പെറോസ് ഒന്നാമനെ ഹുൻസ് പരാജയപ്പെടുത്തുകയും കിഴക്കൻ പേർഷ്യൻ മേഖല വലിയ തോതിൽ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തു. ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരത തകർത്ത് കളയുന്നതിന് വലിയൊരു കാരണവുമായിരുന്നു. ബാൾക്ക് മേഖലയും സമീപദേശങ്ങളുമൊക്കെ
ഹൂണരുടെ നിയന്ത്രണത്തിൽ വരുന്നതിനും കാരണമായി. ഈ ഒരു കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. കാരണം AD 480 എന്നത് നിർണായക ശക്തിയായി നിലകൊണ്ടിരുന്ന ഗുപ്ത സാമ്രാജ്യത്തിൽ കഴിവുറ്റ ചക്രവർത്തിമാർ ഇല്ലാതെ സാമ്രാജ്യം തകർന്നു തുടങ്ങുന്ന സമയം കൂടിയാണ്. സ്കന്ദഗുപ്തൻ എന്ന ശക്തന് കീഴിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലനിന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ശേഷം അതിർത്തി മേഖലകൾ ഒന്നൊന്നായി സ്വതന്ത്ര സ്വഭാവം കാണിക്കുന്ന അവസ്ഥ ഗുപ്ത സാമ്രാജ്യത്തിൽ വന്നു ചേർന്നു. AD 467 സ്കന്ദഗുപ്തൻ്റെ മരണശേഷം സാമ്രാജ്യമൊക്കെ നിലനിന്നെങ്കിൽ പോലും പതനവും ആരംഭിച്ചു, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ. സ്കന്ദഗുപ്തൻ്റെ പിൻഗാമികളായി വന്ന പുരുഗുപ്ത, കുമാരഗുപ്ത രണ്ടാമൻ എന്നിവർക്കൊക്കെ ചെറിയ ഭരണകാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് AD 476 പുരുഗുപ്തയുടെ മകനായ ബുദ്ധഗുപ്ത അധികാരത്തിലേറി. സെൻട്രലി ഒരു നായകനുണ്ട് എന്ന നിലയിൽ സാമ്രാജ്യം പലയിടത്തും ശക്തമായി തന്നെ നിലനിന്നു. എങ്കിലും AD 483 ഫെറോസിനെയൊക്കെ തകർത്ത ഹൂണർ ഗുപ്തരുടെ പടിഞ്ഞാറൻ മേഖലയിൽ വ്യാപകമായ റെയ്ഡുകളും മറ്റും ആരംഭിച്ചു. ബുദ്ധഗുപ്തൻ 20 വർഷം നീണ്ട ഭരണത്തിനൊടുവിൽ AD 496 മരണപ്പെട്ടു. അതോടെ ഹൂണർ കൂടുതലായി ഈ മേഖലകളിലേക്ക് മുന്നേറാനും ആരംഭിച്ചു. ഈ സമയം ഹൂണരുടെ നായകനായി ടോറമന എന്ന രാജാവും നിലകൊള്ളുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ വന്നു ചേർന്നു. ഈ ഒരു കാലം എന്നത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ശക്തി തകരുന്ന സമയം കൂടിയാണെന്ന് ഓർക്കുക. അപ്രകാരം ഹൂണരുടെ മുന്നേറ്റത്തിൽ അവർ കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും മേഖലകളടക്കം പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സമയം മാൽവയുടെ നായകനായി ഉണ്ടായിരുന്ന ഭാനുഗുപ്ത ടൊറമനയെ നേരിട്ടതായി കാണാം. ഇതേ സമയം ഗുപ്ത ചക്രവർത്തിയായി ഉണ്ടായിരുന്നത് നരസിംഹഗുപ്തയുമാണ്. അതിശക്തമായി മുന്നേറിയിരുന്ന ടോറമനയ്ക്ക് എന്നാൽ തൻ്റെ അപ്രമാദിത്യമൊന്നും തുടരാനുമായില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് തിരിച്ചടികൾ ലഭിക്കുകയും കീഴടക്കിയ ഇന്ത്യൻ മേഖലകളിൽ മിക്കതും നഷ്ടപ്പെടുകയുമുണ്ടായി. ടോറമനയെ പിന്തുടർന്ന് അധികാരത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന മിഹിരാകുലയാണ്. AD 515 ഇദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത്. അച്ഛനെ പോലെ തന്നെ ശക്തനും ദേശങ്ങൾ കീഴടക്കാനും ആഗ്രഹിച്ചിരുന്ന മിഹിരാകുലയും തൻ്റെ ആക്രമണ സ്വഭാവം തുടർന്നു പോന്നു. ഇന്ത്യൻ ദേശങ്ങളിലേക്ക് അദ്ദേഹം വരികയും കടന്നാക്രമണം നടത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ രാജ്യ തലസ്ഥാനം സിയാൽകോട്ട് ആയിരുന്നു എന്നും ഓർക്കുക. മിഹിരാകുല ഗുപ്ത സാമ്രാജ്യത്തെ കടന്നാക്രമിക്കുകയും സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായി. നരസിംഹഗുപ്തയ്ക്ക് മിഹിരാകുലയ്ക്ക് കപ്പം കൊടുക്കേണ്ട അവസ്ഥയും വന്നു ചേർന്നതായി പറയുന്നുണ്ട്. അതുപോലെ ചൈനീസ് സഞ്ചാരിയുടെ എഴുത്ത് പ്രകാരം നരസിംഹഗുപ്തയ്ക്ക് പിടിച്ചു നിൽക്കാനാവാതെ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നതായും പറയുന്നുണ്ട്. എങ്കിലും മിഹിരാകുലയുടെ മുന്നേറ്റങ്ങളും താൽക്കാലികം മാത്രമായിരുന്നു. അദ്ദേഹത്തിനും പിന്നീട് തിരിച്ചടികൾ ലഭിച്ചെന്നും നരസിംഹഗുപ്ത തന്നെ പരാജയപ്പെടുത്തിയെന്നും മാൽവയിലെ യശോധർമ്മനും പരാജയപ്പെടുത്തി എന്നൊക്കെ കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ സാമ്രാജ്യം കാശ്മീർ മേഖലകൾ, ഗാന്ധാര, സിന്ധു നദിയുടെ ചില സമീപ പ്രദേശങ്ങൾ എന്നിവ മാത്രമായി ഒതുങ്ങി എന്നുകൂടി പറയാം. മറ്റുള്ള പലയിടത്തേക്ക് മുന്നേറിയെങ്കിൽ പോലും സ്ഥിരമായ സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നീടുള്ള കാലത്തും പലതവണയായി ഹൂണരുടെ ഇന്ത്യൻ ആക്രമണങ്ങൾ ഗുപ്ത മേഖലയിലേക്ക് അഥവാ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതിനെയൊക്കെ തടയാൻ നിലകൊള്ളേണ്ടി വന്നിട്ടുള്ള ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ഒരു കാരണമായും ഈ ഹൂണരുടെ ആക്രമണങ്ങളെ വിലയിരുത്താം. ചരിത്ര വിശകലനം നടത്തുമ്പോൾ ഒന്നിനെയും ഭയക്കാത്ത, നിരന്തരം പോരടിക്കുന്ന, ആക്രമിക്കുന്ന പ്രദേശങ്ങളും ജനതയെയും ഒക്കെ ഇല്ലാതാക്കിയിരുന്ന ഹൂണർ എന്ന ഗോത്ര നാടോടി വിഭാഗം ഏഷ്യൻ, യൂറോപ്യൻ മേഖലകളിൽ ഒട്ടനവധി നിർണായക യുദ്ധങ്ങൾ ജയിച്ചതായും പ്രദേശങ്ങൾ തേടിപ്പിടിച്ച് ഭരിച്ചതായും ഒക്കെ കാണാം. പക്ഷെ അപ്പോഴും അവരുടെ ഇന്ത്യയിലെ വിജയം എന്നത് വലിയ ദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിലോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വിജയമായോ കണക്കാക്കാൻ സാധിക്കില്ല. ഹൂണരുടെ അപകടകരമായ മുന്നേറ്റങ്ങളെ തടഞ്ഞതിലും ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക നിലനിൽപ്പിനെയും അടയാളങ്ങളെയും സംരക്ഷിക്കുന്നതിൽ മുഖ്യസ്ഥാനം സ്കന്ദഗുപ്തന് തന്നെ നൽകേണ്ടതുണ്ട്. പിൽക്കാലത്ത് ടൊറമനയായാലും മിഹിരാകുലയായാലും അവർ നടത്തിയ ആക്രമണങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്രയും വലുതാണോ എന്നതും ചരിത്ര വിശകലനങ്ങളിൽ സംശയമാണ്. ബാൾക്ക് മേഖല കേന്ദ്രമാക്കിയുള്ള വലിയ ഹുന്നിഷ് ശക്തി എത്രയോളം പിന്തുണ ഇവർക്ക് നൽകിയിരുന്നു എന്നതും സംശയമാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇന്ത്യയിലെ വിജയങ്ങൾക്ക് അത്ര ശക്തി ഇല്ലാതായതും.
ആ പിടിച്ചെടുക്കലുകൾക്ക് സ്ഥിരത ഇല്ലാതിരിക്കാനുള്ള കാരണവും. സ്കന്ദഗുപ്തൻ്റെ 12 വർഷത്തോളം നീണ്ട ഭരണകാലം എന്നത് ഗുപ്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി നിലകൊണ്ടല്ലോ. AD 467 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അധികാരത്തിലെത്തുന്നത് പുരുഗുപ്തയാണ്. സ്കന്ദഗുപ്തയുടെ സഹോദരനായിരുന്നു ഇദ്ദേഹം. ചരിത്ര നിരീക്ഷണങ്ങൾ വെച്ച് പൊതുവെ അധികാരം പിടിച്ചെടുക്കുന്നതിനായി സ്കന്ദഗുപ്തൻ്റെ മകനായിരുന്ന കുമാരഗുപ്തൻ രണ്ടാമനുമായി പോരാട്ടങ്ങൾ നടന്നതായി പറയുന്നുണ്ട്. സ്കന്ദഗുപ്തൻ്റെ ഭരണകാലത്ത് സാമ്രാജ്യത്തെ നിലനിർത്താനായി ഒട്ടനവധി പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നതുകൊണ്ട് തന്നെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ധനശേഖരം വലിയ തോതിൽ കുറഞ്ഞു തുടങ്ങിയിരുന്നു. അതിനോടൊപ്പം കുടുംബമേഖലയിലുണ്ടായ അധികാര പ്രശ്നങ്ങളും സാമ്രാജ്യത്തിൻ്റെ കെട്ടുറവിനെ കൂടുതൽ ശോഷിപ്പിച്ചു. പ്രത്യേകിച്ച് മുൻകാല രാജാക്കന്മാരെ പോലെ കഴിവുള്ള ഒരാൾ ഉയർന്നു വന്നില്ല എന്നതുകൊണ്ടുകൂടി. പ്രായം കൂടിയ അവസ്ഥയിൽ അധികാരത്തിലെത്തുന്ന പുരുഗുപ്തയ്ക്കും പ്രത്യേകിച്ച് കൂടുതലായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സാമ്രാജ്യത്തിൻ്റെ തകർച്ചാ സാധ്യതകളെ തടഞ്ഞ് കൃത്യമായ നടപടികളൊക്കെ എടുക്കാനാവാതെ AD 473 തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. പുരുഗുപ്തയെ തുടർന്ന് അധികാരത്തിലെത്തിയത് ആരെന്നതിന് കൃത്യമായ തെളിവുകളും കുറവാണ്. പലയിടത്തും പല രീതിയിൽ രേഖപ്പെടുത്തലുകളൊക്കെ കാണാം. ഇതൊക്കെയും സാമ്രാജ്യത്തിൻ്റെ ശക്തി കുറഞ്ഞതിൻ്റെ തെളിവായും കണക്കാക്കാവുന്നതാണ്. ചില ശിലാരേഖപ്പെടുത്തലുകൾ പ്രകാരം പുരുഗുപ്തയെ പിന്തുടർന്നെത്തുന്നത് നരസിംഹഗുപ്തയാണ്. നളന്ദയിലെ ചില രേഖപ്പെടുത്തലുകളിലും ഇത് കാണാം. എങ്കിലും കൃത്യമായ തെളിവുകൾ കുറവാണ്. പേരുകൾ കൃത്യമാണോ എന്നതും സംശയമാണ്. പുരുഗുപ്തയുടെ മകനായ നരസിംഹഗുപ്ത ബാലാദിത്യ AD 473 അധികാരത്തിലെത്തിയെന്നും ഹുവാൻസാങ്ങിൻ്റെ എഴുത്തുകളിലും മിഹിരാഗുലയെ പിൽക്കാലത്ത് തോൽപ്പിക്കുന്ന രാജാവ് ഇദ്ദേഹം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ പിതാവിൻ്റെ മരണസമയത്ത് ചില നീക്കങ്ങളിലൂടെ അദ്ദേഹവും അധികാരത്തിലെത്തിയതായിരിക്കാം. പിന്നീട് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കാം. ഏതായാലും AD 474 കുമാരഗുപ്തൻ രണ്ടാമൻ അധികാരത്തിലെത്തുകയാണ്. ഇദ്ദേഹം സ്കന്ദഗുപ്തൻ്റെ മകനായിരുന്നു എന്ന് അനുമാനിക്കാം. സ്കന്ദഗുപ്തൻ്റെ മരണശേഷം അധികാരത്തിനായി പോരടിച്ച ഒട്ടനവധി ഗ്രൂപ്പുകളിലെ ഒന്നിൻ്റെ നായകനായും കുമാരഗുപ്തൻ രണ്ടാമനെ കണക്കാക്കാം. ഈ ഒരു കാലഘട്ടത്തിലെ ഗുപ്ത ചരിത്രമൊക്കെ ഏതാണ്ട് അപൂർണം തന്നെയാണ്. കുമാരഗുപ്തൻ രണ്ടാമൻ AD 477 വരെ അധികാരത്തിൽ ഇരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയെങ്കിൽ 467 മുതലുള്ള 10 വർഷങ്ങൾ ശക്തനായ അധികാര സ്ഥാനമില്ലാതെ 3-4 നായകരൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഗുപ്ത സാമ്രാജ്യത്തിന് നേരിടേണ്ടായി വന്നതായി പറയേണ്ടതുണ്ട്. ഇവർക്ക് ശേഷം AD 477 പുരുഗുപ്തയുടെയും റാണിയായിരുന്ന ചന്ദ്രാദേവിയുടെയും മകനായ ബുദ്ധഗുപ്ത അധികാരത്തിൽ വരികയുണ്ടായി. ഇദ്ദേഹം 20 വർഷത്തോളം കാലം ഗുപ്ത സാമ്രാജ്യത്തെ ഭരിക്കുകയും ചെയ്തു. ചില രേഖപ്പെടുത്തലുകൾ പ്രകാരം ബുദ്ധഗുപ്തയും അധികാരത്തിൽ വരുന്നതിന് മുന്നേ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതായും അധികാര തർക്കങ്ങളെയൊക്കെ ബുദ്ധഗുപ്ത അതിജീവിച്ച് രാജാവായി മാറുകയാണ് ഉണ്ടായത് എന്നും കാണാം. സ്കന്ദഗുപ്തയ്ക്ക് ശേഷം 10 വർഷങ്ങൾ പൊതുവെ അപൂർണമെന്നിരിക്കെ ബുദ്ധഗുപ്തയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചരിത്ര രേഖപ്പെടുത്തലുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. രേഖപ്പെടുത്തലുകളിൽ ബുദ്ധഗുപ്തയെ പരമോദ്വൈത, പരമഭട്ടാരക, മഹാരാജാതിരാജ, ശ്രീ പൃഥ്വിപതി എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ സിൽവർ നാണയങ്ങളിൽ ലോകത്തിൻ്റെ നാഥൻ എന്ന വിശേഷണം ആലേഖനം ചെയ്തിരിക്കുന്നതായും കാണാം. ബുദ്ധഗുപ്തയുടെ കാലത്തും ഗുപ്ത സാമ്രാജ്യം മിക്ക മേഖലകളിലും കേന്ദ്രീകൃതമായി തന്നെ നിലനിർത്തിയിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചുരുങ്ങിയത് കുറച്ച് വർഷത്തേക്കെങ്കിലും. എങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ വരേണ്ട മാൾവ, ബംഗാൾ പോലുള്ള പ്രവിശ്യകളിലെ രേഖകൾ പ്രകാരം പിൽക്കാലത്ത് കേന്ദ്രശക്തിക്ക് കോട്ടം സംഭവിച്ചു എന്നും സാമ്രാജ്യം ഘടനാപരമായെങ്കിലും പല മേഖലകളായി വഴുതി മാറി തുടങ്ങി എന്നും കണ്ടെത്താവുന്നതാണ്. അതായത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ശക്തിക്ക് കോട്ടം തട്ടിത്തുടങ്ങുകയും പ്രവിശ്യകളിലെ ഭരണാധികാരികൾക്ക് കേന്ദ്രശക്തിയെ ഭയമില്ലാതെ സാമ്രാജ്യത്തിനുള്ളിൽ കീഴിലെങ്കിലും സ്വതന്ത്രമായ ഒരു സ്വഭാവം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതുമാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവായി കണ്ടെത്താവുന്നത്. പല പ്രവിശ്യകളിലെയും ഭരണാധിപന്മാർ അവരുടെ അധികാരം കുടുംബസ്വത്താക്കി മാറ്റി എന്നതിലൂടെയാണ്. അതിലൂടെ സേനാധിപതി, കമാൻഡർ ഒക്കെ ആയിരുന്നവർ സ്വയം മക്കളെ രാജാവ്, മഹാരാജ എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ ചേർത്ത് സ്വതന്ത്ര സ്വഭാവം കൈവരിച്ചു തുടങ്ങുകയുമാണ്. സൗരാഷ്ട്ര, ബംഗാൾ, മാൽവ എന്നിവയൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളുമാണ്. അപ്രകാരം കടലാസിൽ ഗുപ്ത സാമ്രാജ്യം വലിയൊരു ശക്തിയായി നിലനിന്നെങ്കിൽ പോലും അതിൻ്റെ നിർണായകമായ പല പ്രദേശങ്ങളും സ്വതന്ത്രഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. ബുണ്ടേൽഗഡ് മേഖലയിൽ പാണ്ഡുവംശം എന്നു പേരായ ഒരു രാജ്യമേഖല ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ അതിനു ചുറ്റുമുള്ള പല കൊച്ചു രാജ്യങ്ങളും അവരുടെ കൂറ് ഗുപ്ത സാമ്രാജ്യത്തിൽ നിന്ന് മാറ്റി ഇവരിലേക്ക് ചേർത്തതായും കാണാം. ഇവയൊക്കെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തി കുറയുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങൾ കൂടിയാണല്ലോ. അതുപോലെ ബുദ്ധഗുപ്തൻ്റെ ഭരണകാലയളവിൽ തന്നെ ഉണ്ടായിട്ടുള്ള 2 ഇൻസ്ക്രിപ്ഷൻ പ്രകാരം ജയപുര കേന്ദ്രമാക്കിയുള്ള മഹാരാജ ലക്ഷ്മണ
നർമ്മദ മേഖലയിലെ മഹാരാജ സുബാന്തു എന്നിവരൊക്കെ ബുദ്ധഗുപ്തനെ പറ്റി വിശേഷിപ്പിക്കുക പോലും ചെയ്യാതെ ചില കാര്യങ്ങളൊക്കെ നടത്തിയതായി കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ബുദ്ധഗുപ്തൻ്റെ കാലത്ത് തന്നെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സമുദ്രങ്ങളാകുന്ന അതിർത്തികൾ ശോഷിച്ചു തുടങ്ങി എന്ന് അനുമാനിക്കാം. ആഭ്യന്തരമായും അല്ലാതെയും സ്കന്ദഗുപ്തൻ്റെ കാലത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ ചക്രവർത്തിമാരുടെ കഴിവുകേട് കൂടി പ്രകടമായതോടെ സഖ്യരാജ്യങ്ങൾ സ്വതന്ത്രഭാവം കാണിച്ചു തുടങ്ങി എന്ന് മാത്രം. ഒരു കാലത്ത് വിശ്വസ്ത ശക്തിയായിരുന്നല്ലോ വാഗാടകർ എന്നത്. അവർ നരേന്ദ്രസേന രാജാവിൻ്റെ ഭരണകാലത്ത് ചില മേഖലകളിൽ സ്വതന്ത്ര ഭരണം ഏർപ്പെടുത്തുക പോലുമുണ്ടായി. അതുപോലെ സ്കന്ദഗുപ്തൻ്റെ കാലത്ത് തടഞ്ഞു നിർത്തിയിട്ടുള്ള ഹൂണരുടെ ആക്രമണം ബുദ്ധഗുപ്തൻ്റെ കാലത്ത് വീണ്ടും പ്രകടമായി തുടങ്ങി. കൃത്യമായ ഡേറ്റ് ഒന്നും വ്യക്തമല്ലെങ്കിലും അതിരുകളിൽ ഹൂണർ വീണ്ടും ഒരു ശക്തിയായി എത്തിത്തുടങ്ങി. അതിനെ തടയാനുള്ള നീക്കങ്ങളും സ്വാഭാവികമായി സൈന്യത്തിന് എടുക്കേണ്ടി വരും. അപ്രകാരം നിലവിൽ തന്നെ പരുങ്ങലിലായിട്ടുള്ള ഗുപ്ത സാമ്രാജ്യത്തിന് കൂടുതൽ സാമ്പത്തിക പ്രയാസവും അതുവഴി ആ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ തളർച്ചയുമൊക്കെ വന്നു തുടങ്ങി. എങ്കിലും ബുദ്ധഗുപ്തൻ്റെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വലിയ രീതിയിൽ ക്ഷയിച്ചിട്ടില്ല എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ ആ വലിയ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അവസാന ചക്രവർത്തിയായി നിലകൊണ്ടതും ബുദ്ധഗുപ്തൻ തന്നെ. ചുരുക്കിയാൽ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് ബുദ്ധഗുപ്തൻ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി നിലകൊണ്ടു. എങ്കിലും ദുർഘടമായ ഒരു അവസ്ഥയിൽ ആ സാമ്രാജ്യത്തെ സംരക്ഷിക്കാനോ ഒരു ശക്തിയായി നിലനിർത്താനോ ഉള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം അത് കൃത്യമായി പ്രകടമായി എന്ന് മാത്രം. ബുദ്ധഗുപ്തൻ്റെ ഭരണകാലമായി പൊതുവെ പറയുന്നത് AD 477 മുതൽ AD 498 വരെയൊക്കെയാണ്. അതിനു പോലും കൃത്യതയില്ല എന്നും ഓർക്കുക. ബുദ്ധഗുപ്തയ്ക്ക് ശേഷം ആരൊക്കെ ചക്രവർത്തിയായെന്നും ഭരണകാലയളവ്, യുദ്ധങ്ങൾ, സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ എന്നിവയിലൊക്കെ തന്നെയും പല പല നിരീക്ഷണങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതായത് പിൽക്കാല രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ചരിത്രം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് എന്നത് തന്നെ. ഏതായാലും ബുദ്ധഗുപ്തയുടെ മരണശേഷം ഗുപ്ത സാമ്രാജ്യത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമായി തുടങ്ങി. ഒട്ടനവധി കിരീടാവകാശികൾ ഉയർന്നു വരികയും അവർ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ നായകരായി ഉയരുകയും ചക്രവർത്തി പദം ലക്ഷ്യം വെക്കുകയും ഒക്കെ ചെയ്തു. ഈ കാലത്തെ ഹൂണരുടെ ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പല നിരീക്ഷണങ്ങളിൽ നിന്ന് പല പേരുകളിലേക്ക് ചരിത്രകാരന്മാർക്ക് എത്തിച്ചേരേണ്ടതായും വരികയാണ്. AD 497 മുതൽ ഏതാണ്ട് 500 AD വരെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നായകസ്ഥാനവുമായി ബന്ധപ്പെട്ട ചരിത്രം ഏതാണ്ട് അപൂർണം തന്നെയാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രവിശ്യ നായകന്മാർ ഈ കാലത്ത് സ്വയം രാജാതിരാജ ഒക്കെയായി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചരിത്രവുമാണ്. എങ്കിലും കൂടുതലായി പറയുന്ന ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ബുദ്ധഗുപ്തയ്ക്ക് ശേഷം അധികാരത്തിലെത്തുന്നത് നരസിംഹഗുപ്തയാണ്. കൃത്യമായ ഒരു ഭരണം നടത്തുന്ന പേരായതുകൊണ്ട് തന്നെ ഇത് പറയേണ്ടതുമുണ്ട്. പക്ഷേ ഈ സമയം സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ വൈന്യഗുപ്തയും പടിഞ്ഞാറ് ഭാനുഗുപ്തയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. വൈന്യഗുപ്തയും ഭാനുഗുപ്തയും അവരവരുടെ മേഖലകളിൽ നായകനായി മാറിയതിന് ശേഷമാണ് നരസിംഹഗുപ്ത അധികാരത്തിലെത്തിയത് എന്നും നിരീക്ഷണങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ പോരാട്ടങ്ങളൊക്കെ നടന്നതായും പറയാം. അതിലൂടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ശക്തി തന്നെ തകർന്നതായും അനുമാനിക്കാം. AD 500 ശേഷമുള്ള ഗുപ്തകാലത്തെക്കുറിച്ച് തെളിവുകൾ ഏതായാലും അപൂർണമാണ്. എങ്കിലും ഹൂണ രാജാവായിട്ടുള്ള തോരമനയ്ക്കെതിരെ ഭാനുഗുപ്തയ്ക്ക് പോരടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തോരമനയുടെ മകനായ മിഹിരാകുല മഗധ മേഖലകൾ വരെയും ആക്രമിച്ചതായും രാജാവായ നരസിംഹഗുപ്തയ്ക്ക് കപ്പം നൽകേണ്ടി വരുന്ന ദയനീയ അവസ്ഥയും വന്നു ചേർന്നിരുന്നു. ഹൂണരുടെ അധിനിവേശം ഗുപ്ത സാമ്രാജ്യത്തിനെ തകർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് പറയാറുണ്ടല്ലോ. ഈ സമയം മാൽവ മേഖലയിൽ ഹൂണരുടെ ഭീഷണിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയം അവിടെ യശോധർമ്മൻ ഒരു ശക്തിയായി ഉയരുകയും ഒരു സ്വതന്ത്ര ഭരണമേഖല സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. യശോധർമ്മൻ്റെ ജീവിതവുമായോ ഭരണമേഖലകളുമായോ ബന്ധപ്പെട്ട് വലിയ രേഖപ്പെടുത്തലുകളൊന്നും തന്നെയില്ല. എങ്കിലും ഗുപ്ത സാമ്രാജ്യം തകരുന്ന സന്ദർഭത്തിൽ ആ മേഖലയിലെ പ്രാദേശിക നേതാവൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഉയരുകയും ഒരു ശക്തിയായി മാറി തൻ്റേതായ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച് അപകടമായി നിന്നിരുന്ന ഹൂണരുടെ മിഹിരാകുലയെ തോൽപ്പിക്കുകയും ഒക്കെ ഉണ്ടായതായാണ് ചരിത്രം പറയുന്നത്. വലിയൊരു മേഖല തന്നെ അദ്ദേഹം ഭരിച്ചതായും നിരീക്ഷിക്കാം. ഏതായാലും യശോധർമ്മൻ്റെ മുന്നേറ്റവും വിജയവുമൊക്കെ ഗുപ്ത സാമ്രാജ്യത്തിലെ മറ്റ് മേഖലകളിലെ ഗവർണർമാർക്കും സ്വതന്ത്രമായ ഒരു പാത പിന്തുടരുന്നതിന് ചിന്തകൾ നൽകി. ഈ കാലത്തൊക്കെ നരസിംഹഗുപ്തയാണല്ലോ യഥാർത്ഥ ഗുപ്ത ചക്രവർത്തി. മിഹിരാകുലയുടെ കയ്യിൽ നിന്ന് തോൽവിയും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് നരസിംഹഗുപ്ത കൂടുതൽ ശക്തനാവുകയും പല പ്രാദേശിക ശക്തികളെയും ഒക്കെ ചേർത്തുകൊണ്ട് ഇതേ മിഹിരാകുലയെ തന്നെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം
സാംസ്കാരികപരമായി പൊതുവെ ബാർബേറിയൻ കാറ്റഗറിയിലൊക്കെ പെടുത്താറുള്ള ഹൂണരുടെ ഇന്ത്യൻ മുന്നേറ്റങ്ങളെ തകരുന്ന അവസ്ഥയിലും വീണ്ടും ഗുപ്ത സാമ്രാജ്യം തന്നെ തകർത്തു എന്ന് പറയാം. ഗുപ്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ നിർണായക സംഭവമായി കൂടി ഈ ഒരു യുദ്ധത്തെ കണക്കാക്കാം. ഇതേ നരസിംഹപാലാദിത്യ തന്നെ ആവണം നളന്ദയിൽ മൊണാസ്ട്രിയൊക്കെ ആരംഭിച്ചതും. നരസിംഹഗുപ്ത AD 530 വരെയാണ് ഭരിച്ചത് എന്ന് പറയുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഗുപ്ത സാമ്രാജ്യം വലിയ തോതിൽ ചുരുങ്ങിയിരിക്കണം. ഇദ്ദേഹത്തിന് ശേഷം കുമാരഗുപ്തൻ മൂന്നാമനും വിഷ്ണുഗുപ്തയുമൊക്കെ അധികാരത്തിലെത്തിയതായി രേഖപ്പെടുത്തലുകൾ കാണാം. പക്ഷേ പഴയ വലിയ സാമ്രാജ്യമൊന്നും ആ കാലത്ത് ഇവർക്കുണ്ടായിരുന്നില്ല എന്നോർക്കുക. ഇവർക്ക് ശേഷം കൃത്യമായ ഗുപ്ത ഭരണാധികാരികളുടെ ചരിത്രവും ലഭ്യമല്ല. അപ്രകാരം AD 570 മഹത്തായ ഗുപ്ത സാമ്രാജ്യം എന്ന പേര് ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി എന്ന് കാണാം.